ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോയ്സ് ടി വി എന്ന ഈ ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കട്ടെ. ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ജീവിതാനുഭവങ്ങൾ കേൾവിക്കാർക്ക് അനുഗ്രഹമാകുന്നതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓർത്തും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്യുവാൻ ചാനലിൽ കടന്നു വന്നിരിക്കുന്നത് ബ്രദർ വേണു ഫ്രം തിരുവനന്തപുരം പുളിയറക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. പ്രിയ സഹോദരനെ ഞങ്ങൾ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു മിനിറ്റ് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ലഭ്യമായത് ഓർത്ത് സ്തോത്രം. പ്രിയപ്പെട്ടവർ കേൾക്കുന്നതായ സാക്ഷ്യങ്ങൾ കേൾവിക്കാർക്ക് അനുഗ്രഹപ്രദമാക്കി ദൈവം തീർക്കണമേ. തൻ്റെ ജീവിതാനുഭവം കേൾക്കുന്നവർക്ക് കർത്താവിലേക്ക് അടുക്കുന്നതിന് കാരണമായി തീരുന്നാട്ടെ. കർത്തൃകരങ്ങളെ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഓക്കെ, വേണുബ്രദറെ, തുടർന്നുള്ള സമയങ്ങൾ പ്രിയ വേണുബ്രദറിൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ഓഡിയൻസുമായിട്ടും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഷെയർ ചെയ്യാനുള്ള അവസരമാണ്. തുടർന്നുള്ള സമയങ്ങൾ അതിനായിട്ട് വിനിയോഗിക്കാം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ജോയ്സ് ടിവിയോടുള്ള നന്ദിയും വന്ദനം അറിയിക്കുന്നു. അതുപോലെ കേൾക്കാറായി അമ്മയെന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ ക്രിസ്തുയേശുവിലുള്ള നന്ദിയും വന്ദനം അറിയിക്കുന്നു. കർത്താവ് എനിക്ക് ചെയ്തതായ ഉപകാരങ്ങളും വലിയ അത്ഭുതങ്ങളും വിടുതലുകളും നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ ആ വലിയ ദയക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ബാല്യകാല അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു വേണമെന്ന് പറയുമ്പോൾ തന്നെ ഹിന്ദു മാർഗത്തിൽ ജനിച്ചെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും എൻ്റെ ചരിത്ര പശ്ചാത്തലം, എൻ്റെ ജന്മം തന്നെ ഒരു അത്ഭുതകരമായ ഒരു ജനനമായിരുന്നു. ഹിന്ദു ആചാരപ്രകാരം എൻ്റെ അമ്മയുടെ അച്ഛൻ വായനക്കാരനൊക്കെ ആയിരുന്നു. അമ്പലങ്ങളിൽ വായനയ്ക്കൊക്കെ പോവും. അതുപോലെ തന്നെ ജ്യോത്സ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. അത്രമാത്രം ഒരു ഹിന്ദു മാർഗത്തിൽ ആണ് ഞാൻ ജനിച്ചത്. അന്ന് എൻ്റെ ജനനകാലത്തൊക്കെ ഈ കാലങ്ങളിലൊക്കെയാണ് പ്രസവമൊക്കെ ഈ ആശുപത്രിയിലൊക്കെ നടക്കുന്നത്. എന്നാൽ അന്നത്തെ കാലങ്ങളിൽ 5-6 പ്രസവങ്ങളൊക്കെ പ്രസവിക്കുന്ന ആൾക്കാരെല്ലാം ഭവനങ്ങളിലാണ് പ്രസവിക്കുന്നത്. എന്നാൽ എൻ്റെ ജന്മം തന്നെ ഒരു ശാപത്തിലൂടെയാണ് ഇവർ കണക്ക് കൂട്ടിയത്. കാരണം എൻ്റെ ജന്മനാളെന്ന് പറയുമ്പം ചിത്തിര നാള് പിറന്നാൽ അക്കൂടി നാശം എന്ന് ഇവര് പറഞ്ഞുകൊണ്ട് ആ ജനിച്ച വീട് തന്നെ അന്ന് തന്നെ ആ ഭവനത്തിന്റെ നടക്കല്ല് വീഴുവാൻ ഇടയായി തീർന്നു. കാരണം വീട് അന്ന് പൊളിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കുടി നാശം വരും എന്ന് അവർ കണക്ക് കൂട്ടി അന്ന് തന്നെ നടക്കല്ല് വീഴുത് ആ വീടിനെ മാറ്റി വേറൊരു ഷെഡ് കെട്ടി അന്ന് പ്രസവിച്ച ആമ കുഞ്ഞിനെ ആ വീട്ടിൽ നിന്ന് മാറ്റുവാൻ ഇടയായി തീർന്നു. അത്രമാത്രം ഒരു ശാപത്തിലൂടെയാണ് എൻ്റെ ജനനം തന്നെ ആയിത്തീരുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ആ ശാപത്തിലൂടെ ജനിച്ച വളർച്ചയിലും ഈ ശാപവാക്ക് കുടി നടക്കല്ല് വീഴുവിച്ചവൻ എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ പല അവസരങ്ങളും ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്. അറിവായി വന്നിരുന്ന എൻ്റെ അറിവ് കാലങ്ങളിലൊക്കെ ഞാൻ കുറെ കാലമൊക്കെ അവരെ കൂടെ നിന്നാണ് ജീവിച്ചത്. ആ കാലങ്ങളിലൊക്കെ ഇവര് എന്നോട് ആവർത്തിക്കുകയും അത് മനസ്സിൽ ഇത്തിരി വേദനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. കാരണം അവരെ ഭവനത്തിന് പോലും ഒളിപ്പിച്ചവനാണ് ഇവൻ എന്ന് ഒരു ശാപഗ്രഹസ്ഥനാക്കി തള്ളിയിടുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ദൈവമായ കർത്താവ് എന്നെ മുന്നമേ കണ്ടിരുന്നത് കൊണ്ട് ശാപം മാറ്റുവാൻ കർത്താവിന് കഴിയും. അത് തുടർന്നുള്ള സാക്ഷ്യങ്ങൾ ഞാൻ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ പറയാൻ കാര്യം അത്രമാത്രം ദൈവം എന്നെ സ്നേഹിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഞാൻ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട അനുഭവം തന്നെ അവന്റെ അമ്മയുടെ അച്ഛനാണെങ്കിലും ആ വീട്ടില് ഞങ്ങൾക്കൊക്കെ സാധനം തരുന്നെന്ന് പറഞ്ഞ ഒരു ഊഴിയ വേലക്കാരെ പോലെയാണ് മക്കളെ കാണുന്നത്. എന്നാൽ അന്നേ എൻ്റെ അറിവായ കാലം മുതലേ എനിക്കൊരു കരുതലുണ്ട്. എനിക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു അനുഭവം വരാതെ എൻ്റെ കുഞ്ഞുങ്ങൾ നല്ലതുപോലെ പോറ്റണം എന്നുള്ളൊരു ആഗ്രഹവും താല്പര്യവും ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങൾ അങ്ങനെ ഇത്തിരി അറിവായി ഒരു സ്കൂൾ പഠിത്തത്തിൽ ഒരു 4ാം ക്ലാസ് വരെ പഠിക്കുവാനുള്ള ഭാഗ്യം തന്നു. അത് കഴിഞ്ഞ് അഞ്ചാമതായി
കാച്ചാണി സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിച്ചു. 3 മാസം കടന്നുപോയി. ഈ 3 മാസം ആയിട്ടും ബുക്കൊന്നും വാങ്ങുവാൻ നിവർത്തിയില്ലാത്ത കണ്ടീഷൻ ആയതുകൊണ്ട് പകർത്ത് ബുക്ക്, ഇംഗ്ലീഷ് പകർത്ത് ബുക്ക് വാങ്ങാൻ നിവർത്തിയില്ലായിരുന്നു. 2 ബുക്ക്. ഇന്ന് 40-50 ബുക്ക് നമ്മളെ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ അന്ന് ഒരു ബുക്ക് വാങ്ങി തരാൻ അമ്മയ്ക്കും അപ്പനും കഴിയാത്ത ഒരു അവസ്ഥയിലൂടെയാണ്, സാഹചര്യങ്ങളിലൂടെയാണ് ജനിച്ചു വളർന്നാൽ അന്ന് ഈ ബുക്ക് വാങ്ങുവാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് സാർ ആവർത്തിച്ച് പറയും, ഇംഗ്ലീഷ് പകർത്തെഴുതുന്നെങ്കിൽ ബുക്ക് കൊണ്ടുവന്നാലേ കാര്യം നടക്കുള്ളൂ, അല്ലാതെ ഒന്നും ഒരു തുടർന്ന് പഠിപ്പിക്കാൻ പറ്റത്തില്ല, പഠിക്കാൻ ഒക്കില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിരട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാനിത് വന്ന് വീട്ടിൽ പറയും. എന്നാൽ നിവർത്തിയില്ലാത്ത കാലഘട്ടമായതുകൊണ്ട് ബുക്ക് വാങ്ങി തന്നില്ല. ഒരു ദിവസം ബുക്കില്ലാതെ അദ്ദേഹത്തിന്റെ ആ പീരീഡ് വന്നപ്പോൾ എന്റെ 2 കാലിന്റെ മടക്കിൽ ചൂരൽ കൊണ്ട് അടിച്ച് കാലിന്റെ മടക്ക് പൊട്ടുകൊണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 10 ദിവസകാലം വരെ ആ സ്കൂളിൽ പോകാൻ കഴിയാതെ വണ്ണം ഞാൻ ഭവനത്തിൽ വിശ്രമിപ്പാനിടയായിരുന്നു. എന്റെ കാലിന് അടിച്ച് പൊട്ടിച്ചു. ഇത് കണ്ട് എന്റെ മാതാവിന് സഹിക്കാൻ വയ്യാതായി. എന്റെ മാതാവ് മരിച്ചിച്ചവിടെ ചെന്നൊക്കെയാണ് ഞങ്ങളെ വളർത്തുന്നത്. അവരാണ് ഞങ്ങളെ സംരക്ഷിച്ചു പോകുന്നത്. അവർക്ക് സാമ്പത്തിക നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ബുക്ക് വാങ്ങി തരാൻ പറ്റാത്തത്. ആ പശ്ചാത്തലത്തില് ഒരു 9-10 ദിവസം വരെ, 1-2 വരെ എന്റെ മാതാവാണ് എടുത്ത് പുറത്ത് കൊണ്ടുപോകുന്നതും. അത്രമാത്രം എന്നെ പീഡിപ്പിക്കേണ്ടതായി, വേദനിപ്പിക്കേണ്ടതായി തീർന്നു. ശാരീരികമായി വളരെ ഒരു ബലഹീനാനുഭവത്തിൽ പിന്നെ ഈ മുറിവ് മുഖാന്തരം പനിയൊക്കെ പിടിച്ച് ഭവനത്തിനുള്ളിൽ 10 ദിവസം കഴിഞ്ഞ് വീണ്ടും എന്റെ മാതാവ് ഒരു ബുക്കും ഒക്കെ വാങ്ങി തന്ന് ഈ മനുഷ്യനെ കൊണ്ടുവന്ന് കാച്ചാണി ചെവിടുതാങ്കിൽ ഇറക്കി വെച്ചിട്ട് ഈ സാറിനെ ചെന്ന് കണ്ട്, ഈ സാറിനെ കുറച്ച് അന്നത്തെ രീതി അനുസരിച്ച് കാര്യം പഴയ മാർഗത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ അവർ പറയുന്ന അനുഭവം ഉണ്ട്. അങ്ങനെ ഒന്നിട്ട് കാര്യങ്ങളൊക്കെ വശമില്ലാതെ പറഞ്ഞു. അത് ആ സാറിന് ക്ഷീണമായി പോയി. തുടർന്ന് പഠിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ വിദ്യാഭ്യാസത്തിലൊന്നും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത അനുഭവമായിരുന്നു. അത് ആ ദിവസം മുതൽ പിന്നെ ഈ സാറ് സ്കൂളിൽ വരുമ്പോൾ എന്നെ കളിയാക്കും, എന്നെ പഠിപ്പിക്കുകയില്ല. അങ്ങനെ വന്നപ്പോൾ എന്നെ ഈ ലജ്ജിപ്പിക്കുന്ന അനുഭവം വന്നപ്പോൾ എന്നെ ഇച്ചിരി അറിവായി വന്നു. ഞാൻ വിചാരിച്ചു ഇനി എന്തെന്നാലും വിദ്യാഭ്യാസം ഇവിടെ നിർത്തിക്കളയാമെന്ന് പറഞ്ഞ് സ്കൂളിൽ പോകാത്ത അനുഭവമായി. അങ്ങനെ തുടർന്ന് ബൈബിളിന്റെ ഒരു വാക്യം പോലും വായിക്കുവാൻ, ബൈബിളിന്റെ സത്യവേദ പുസ്തകം ഒന്ന് വായിക്കുവാൻ എനിക്ക് അറിഞ്ഞൂടാത്ത ഒരു വ്യക്തിയായി തീർന്നു. കാരണം ഈ 4ാം ക്ലാസ് വരെ പഠിച്ചെങ്കിലും ശരിക്കും പഠിക്കുവാൻ, അക്ഷരം ശരിയാക്കി മനസ്സിലാക്കാനൊന്നും കഴിയാതെ കാലഘട്ടങ്ങളിലൂടെ അങ്ങനെ കടന്നുപോയത്. അങ്ങനെ ആ അനുഭവത്തിലൂടെ കടന്നുപോയി. സ്കൂൾ പഠിത്തം മതിയാക്കിയിട്ട് പിന്നെ എന്തെങ്കിലും കഴിയുമെന്നുള്ള ജോലിക്കൊക്കെ അങ്ങ് പോകും. ജോലിക്ക് പോകുന്ന പറഞ്ഞാൽ കരിച്ചമിട്, പണ്ടത്തെ കാലത്ത് ഈ ചായക്കടയിലെ കരി ഉപയോഗിക്കുന്ന ഒരു മാർഗമുണ്ട്. അത് ഒരു 4 പാട്ട കരി കൊണ്ട് കൊടുത്ത് 1 രൂപ ശമ്പളം കിട്ടും. അങ്ങനെ കരിച്ചമിടുന്നും കഴിയുന്നുള്ള ഉപജീവന മാർഗത്തിനൊക്കെ പോയി ജീവിതം അങ്ങനെ മുമ്പോട്ട് കഴിഞ്ഞു പോകാനിടയായിട്ടും തുടർന്ന് പഠിക്കുന്നത് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്താണെങ്കിൽ സാക്ഷരതയും കാര്യങ്ങളൊക്കെ തുടർന്ന് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇന്ന് വിദ്യാഭ്യാസം പിന്നെ ഈ അക്ഷരം പഠിക്കുവാനൊന്നും അങ്ങനെ ഒരു പ്രാഗൽഭ്യം കൊടുക്കാതെ പോയി പഠിച്ച അക്ഷരങ്ങൾ പോലും മറന്നു പോകാൻ ഇടയായി തീർന്നു. അങ്ങനെ കുറെ കാലമൊക്കെ കഴിഞ്ഞു. പിന്നെ ഓരോ ജോലികളും കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെ വന്നപ്പോൾ ഇത്തിരി അറിവായി വന്നപ്പോൾ ഞങ്ങളെ തള്ളിക്കളഞ്ഞ ഈ മാതാവിന്റെ പിതാവ് ഞങ്ങളെ ചേർത്തണച്ചു നിർത്തുവാനായിട്ട്. കാര്യം അന്നത്തെ കാലത്ത് ആഹാരത്തിനൊക്കെ ഇത്തിരി ക്ഷാമമുള്ള കാലമാണ്. ക്ഷാമമുള്ള കാലം എന്ന് പറയുമ്പോൾ കൂലിപ്പണിയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ആഹാരമൊന്നും ശരിയായിട്ട് കിട്ടാത്തതുകൊണ്ട് നമുക്ക് എവിടെ ആഹാരം കിട്ടും അവിടെ ചെന്ന് നമ്മൾ ഊഴിയ വേല ചെയ്യാൻ പോകും. അങ്ങനെ ഇവർ പിടിച്ചു നിർത്തി നമ്മുടെ ആരോഗ്യമൊക്കെ ഒത്തിരി മെച്ചപ്പെട്ടു വന്നപ്പോൾ ഇവര് ഈ മാതാവിന്റെ പിതാവ് അവിടെ നിർത്തി അവരുടെ ഊഴിയ വേല, അതായത് ഇസ്രായേൽ ജനത്തെ അടിമപ്പണി ചെയ്യിച്ചതുപോലെ തന്നെ ഊഴിയ വേലക്കാരാക്കി അവിടെ ഇട്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തുകയും അവരെ എന്താ പറയുക റോഡിൽ ഇറക്കി വയ്ക്കുന്ന പച്ച ചാണം വണ്ടിക്ക് ഇറക്കി വയ്ക്കും. ഈ ചാണം ഞങ്ങൾ അവിടെ ചോപ്പിക്കും. എനിക്കന്ന് ഒരു 12 വയസ്സ് പ്രായമൊക്കെ വരുമ്പോൾ കുട്ട നിറ ചാണം കോരി വെച്ച് തരും. ആ തേരി കൂടെ ഒക്കെ ഒരു ഭയങ്കര തേരിയിലാണ് ഈ വീട് ഇരിക്കുന്നത്. അതിലൂടെ ചുവന്നിങ്ങനെ കൊണ്ടുപോകും. അതിനെ തിരിച്ച് കുറെ ദിവസം കഴിയുമ്പോൾ അവർക്ക് നിലകൃഷിയെ നിലത്തിൽ കൊണ്ടിടും. എന്റെ അമ്മ ബാക്കി എന്റെ അമ്മയ്ക്ക് 5 മക്കളാണ്. ഇതിൽ 2ാമത്തതാണ് ഞാൻ. എന്റെ ഈ ബാക്കിയുള്ള സഹോദരങ്ങൾക്കൊക്കെ ആഹാരമില്ലാത്തത് കൊണ്ട് ആഹാരമില്ലാത്ത അവസ്ഥ വരുമ്പോൾ എനിക്ക് പ്രയാസവും ഭാരവും വരും. അമ്മ ഈ വീട്ടിൽ വരുമ്പോൾ അമ്മയുടെ പിതാവ് വഴക്ക് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഞാൻ മനസ്സിലാക്കിയത്തോളം ഇന്ന് നമ്മളെ മക്കൾക്ക് ധാരാളമായി അവർ തിന്ന് ആഹാരം അവശേഷിക്കുകയാണ് ചെയ്തത്. എന്നാൽ അന്ന് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് അമ്മ അവിടെ ആഹാരത്തിന് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞത് വരുന്നത്. അവർക്ക് സ്വന്തം മകൾക്ക് കൊടുക്കുന്നത് പാറ്റി തിരിഞ്ഞിരുന്ന ഈ കൊച്ചരി എന്ന് പറയും. പണ്ടത്തെ കാലത്ത് പാറ്റി തിരിഞ്ഞിരുന്ന കുച്ചരി
വാരി ഒരു പെട്ടിയിൽ ശേഖരിച്ചു കൊടുക്കും. എന്നിട്ട് അമ്മയുടെ അമ്മയുടെ പിതാവിനോട് പറയും, ശരവിന് വന്നത് പിള്ളേർക്ക് എന്തെങ്കിലും വ്യാപിക്കാൻ കൊണ്ടുപോകാനാണെന്ന് പറയും. അപ്പോഴ് അവര് ഈ അമ്മയുടെ പിതാവ് ആദ്യം ചെറിയൊക്കെയാണ് പറഞ്ഞത്. അന്നത്തെ സംസ്കാരം ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരുവൊക്കെ അരി എടുത്ത് കൊടുക്കും പറയും. അപ്പൊ ഈ പൊടിയരി എടുത്തു കൊടുക്കും, കുറച്ച് കിളച്ചുറക്കിയ മരിച്ചിനി കൊടുത്തു വിടും. അപ്പൊ ഞാനിതെല്ലാം കണ്ട് വളർന്നത് കൊണ്ട് എന്റെ അടുത്ത വീടുകളിൽ എവിടെയാണോ ദാരിദ്ര്യമുണ്ടോ അവിടെയൊക്കെ ഞാൻ ഈ ചുറ്റുപാടുള്ള ഇവർക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ഥലത്തിലുള്ള മരിച്ചിനി കാര്യങ്ങളൊക്കെ ആഹാരമില്ലാതെ കിടക്കുന്ന പാവങ്ങൾക്ക് ഞാൻ എടുത്ത് കൊടുക്കും, മോട്ടിച്ചെടുത്ത് കൊടുക്കുമ്പോൾ എടുത്ത് കൊടുക്കേണ്ടതായിരിക്കും. അതുകൊണ്ട് അന്നും ഒരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ ജാതി അനുഭവത്തിൽ കിടന്നപ്പോഴും അടുത്ത വീട്ടിൽ ആർക്കെങ്കിലും വിശക്കുന്നുണ്ട് എനിക്ക് സഹിക്കാൻ ഒക്കാത്ത ഒരു സാഹചര്യമാണ്. കാരണം ഞങ്ങള് വിശക്കുന്നവന് വിശപ്പിന്റെ വില അറിയാവൂ എന്നുള്ളത് അറിയാം. അങ്ങനെ ആ സാഹചര്യത്തിൽ ഞങ്ങള് അത്രയും കാലവും വളർന്നു. സ്വന്തം എന്റെ സമപ്രായക്കാരായ എന്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. ഞാൻ അവനെ ഒത്തിരി സ്നേഹിച്ചു. സ്വന്തം അവനിത്തിരി ആഹാരത്തിന് കൊടുക്കാൻ വേണ്ടി ഞാൻ പറയും, എനിക്ക് തരുന്ന ആഹാരത്തിന്റെ പകരി അവന് കൊടുക്കണം. അവൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും. അപ്പൊ ജോലി ചെയ്യുമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആഹാരം കൊടുക്കും. അങ്ങനെയാണ് അവരുടെ സ്വഭാവം. അതായത് ഇന്നത്തെ കാലഘട്ടങ്ങളിലാണെങ്കിൽ ഒരു 1000 രൂപ ജോലി ചെയ്ത അന്നത്തെ ഒരു ആഹാരം കൊടുക്കും. അന്ന് ശമ്പളമൊക്കെ വളരെ കുറവാണ്. 5 രൂപയ്ക്കാണ് വലിയ ആളുകൾക്ക് ശമ്പളം ഉള്ളത്. അപ്പൊ അങ്ങനെ തുടർന്ന് ഈ എന്റെ അയലോകത്തുള്ള ഏതെങ്കിലും പാവങ്ങൾ ഇങ്ങനെ സഹായിച്ചു കൊടുത്തും അന്നേ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ജീവിതത്തിലുണ്ടായിരുന്നു. ഉടുതുണി ഇല്ലാത്തവർക്ക് ഉടുതുണി വാങ്ങിക്കുക, ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അപ്പൂപ്പന്റെ ഈ അമ്മയുടെ പിതാവിന്റെ വസ്തുവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് മാറ്റി വെച്ച് അതിനെ പുള്ളിക്കാരന്റെ കയ്യിൽ ഏൽപ്പിച്ച് വിറ്റ് അവന് പഠിക്കാനുള്ള വഴി ഞാൻ ഒരുക്കി കൊടുക്കേണ്ടായിരുന്നു. അവ ഏകദേശം SLC വരെ പഠിച്ചു. പിന്നെ ഉള്ള സാഹചര്യത്തിൽ പിന്നെ ഞങ്ങളിൽ കാണാനിരിക്കുന്നത് അവന് കമ്പനിയിൽ ജോലി കിട്ടി അങ്ങനെ മാറിപ്പോകാനിടയായി തീർന്നു. അത് മുഖാന്തരം ആ സുഹൃത്ത് ബന്ധം നഷ്ടപ്പെട്ടു. അവിടുന്ന് തുടർന്ന് ഞാൻ എന്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ഈ അമ്മയുടെ ആങ്ങള ഒരാളുണ്ട്. അദ്ദേഹത്തിന് കഞ്ചാവ് വാങ്ങിക്കാൻ പോകണം. അതുപോലെ അപ്പൂപ്പന് കഞ്ചാവ് വാങ്ങണം. എന്റെ അമ്മയുടെ പിതാവിന് കഞ്ചാവ് വാങ്ങിക്കൊണ്ട് കൊടുക്കണം. അതുപോലെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ്, ഇവര് മൂന്ന് പേരും കഞ്ചാവ് വീടി വലിക്കുന്ന ആൾക്കാരാണ്. അപ്പൂപ്പ ഇത്തിരി കഞ്ചാവൊക്കെ വലിച്ച് ചാരായം എല്ലാം കുടിച്ച് റെഡിയായി ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയും, മക്കളെ ആ വീടി ഇങ്ങോട്ട് വന്ന് കത്തിച്ചോണ്ട് വാന്ന് പറയും, കഞ്ചാവ് ഉരുട്ടി കൈ തന്നിട്ട്. അവള് ആ സമയത്ത് മുതല് അപ്പൂപ്പൻ വീടി കൊണ്ട് കൊടുക്കുന്നത് തന്നെ ഞാൻ വിളക്കിൽ കാണിച്ചൊരു വലി വലിച്ചിട്ടാണ് കൊണ്ട് കൊടുത്തത്. അപ്പൊ അന്ന് പോലെ കഞ്ചാവ് വലിക്കാൻ പഠിച്ചു. ഈ 3 കഞ്ചാവ് വലിയമാരുടെ ഇടയിൽ ജനിച്ചത് കൊണ്ട് കഞ്ചാവ് വലിക്കാൻ അപ്പോഴേ പഠിച്ചു. പിന്നെ അവർക്ക് വാങ്ങാൻ പോകുമ്പോൾ ഞാനും പിന്നെ പൈസ കിട്ടാന്നുണ്ടെങ്കിൽ ഞാനും പൈസ കൊടുത്ത് എന്റെ ആവശ്യത്തിന് വാങ്ങും. അങ്ങനെ കഞ്ചാവൊക്കെ വലിച്ച് പിന്നെ അവരുടെ വീടെന്ന് പറയുമ്പോൾ കർക്കിടക വാവിന് ഇലയിട്ട് വിളമ്പി പിതൃക്കൾക്ക് പിന്നെ നേദിക്കാൻ വേണ്ടി തുമ്പലയിട്ട് കർക്കിടക വാവിനും ചിങ്ങ ഓണത്തിനും ഒക്കെ പിന്നെ ഇവര് വെച്ച് വിളമ്പി കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അപ്പൊ അങ്ങനെ അവര് ഈ ആഹാരമൊക്കെ വച്ചിട്ട് ചാരായം ഗ്ലാസ്സിൽ വീഴ്ത്തി വെക്കും. അതേപോലെ പാരമ്പര്യം ആണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഉള്ള കാലഘട്ടങ്ങളിൽ ബീഡിയും കൊളുത്തി വയ്ക്കും. അപ്പൊ ഇങ്ങനെ ഓരോ ഇലയിൽ വെക്കുന്നത് ഞങ്ങളെ അവിടെ ഉള്ള ഓരോ അംഗങ്ങൾക്കും ഇതിങ്ങോട്ട് ഷെയർ ചെയ്ത് വെക്കും. ഇവർക്ക് കൊടുത്തുവിടുന്ന മക്കൾക്ക് ചാരായം കൊടുത്തുവിടുന്ന ഇതൊന്നും അങ്ങനെയല്ല. അവരൊരു കാട്ടുമനുഷ്യരെ പോലുള്ള ജീവിതമാണ് നയിച്ചു. എന്നാൽ ആ കാലം മുതലേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ചാരായം കൂടിയും പഠിച്ചു. തുടർന്ന് ഏകദേശം 36 വയസ്സ് വരെ തുടർന്ന് മദ്യപാന ശീലം മാറ്റിവെക്കാൻ കഴിയാതെ വണ്ണം മദ്യത്തിന്റെ അടിമയായി തീർന്നു. അടിമയായിട്ടെന്ന് പറഞ്ഞാൽ ഒടുവിൽ ജീവിതത്തിൽ മദ്യമില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനായി തീർന്നു. കഞ്ചാവ് വീടി വലിച്ചില്ല എന്നുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി തീർന്നു. എന്റെ ജോലി എന്ന് പറയുമ്പോൾ പാറ ജോലി അറിയാം, പാറക്കോറിയിൽ വർക്ക് ചെയ്യാൻ അറിയാം. അതുപോലെ തന്നെ കിണർ കുഴിപ്പ്, എല്ലാ ജോലികളും ചെയ്യും. ഈ ജോലിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കഞ്ചാവ് വീടി പ്രധാനമാണ്, ചാരായം പ്രധാനമാണ്. ഇത് ഇല്ലാത്ത ഒരു ജീവിതമില്ല. അങ്ങനെ എന്റെ 27ാമത്തെ വയസ്സിൽ വിവാഹം കഴിയാനുണ്ടായിരുന്നു. വിവാഹം കഴിക്കണം താല്പര്യമില്ലായിരുന്നെങ്കിലും എന്റെ ജീവിതത്തിന്റെ പോക്ക് കണ്ടിട്ട് ഇത് അങ്ങ് ചെന്ന് എത്തൂല എന്നുള്ള അവസ്ഥ എന്റെ പിതാവിനും മാതാവിനും ഒക്കെ തോന്നിയത് കൊണ്ട് അവരെ നിർബന്ധപ്രകാരം ഞാൻ വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചതിന്റെ തലേ ദിവസം എന്റെ കൂട്ടുകാരെ കൂടെ എന്നെ സൽക്കരിച്ചു. ഞാൻ റോഡിൽ കിടന്നൊരു വ്യക്തിയാണ്. റോഡിൽ കിടന്ന ഫുള്ളായി വീട്ടിൽ പോയി എത്തിയില്ലെങ്കിലും വന്ന് പിറ്റന്ന് കുളിച്ചൊക്കെ റെഡിയായി വന്ന് എന്റെ
എന്റെ എന്റെ പ്രിയമുള്ളവർ കാണുവാനിടയായിത്തീർന്നു. ഒരുപാടൊന്നും കാണാനും സൗന്ദര്യം നോക്കാനൊന്നും പോയില്ല. കാര്യം തലേ ദിവസം മദ്യപാനിയായി ഇരുന്നു ആ വെള്ളത്തിന്റെ ചാരായത്തിന്റെ ഒക്കെ ലഹരിയിലാണല്ലോ കാണാൻ വന്നത്. അത് തന്നെ മതി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കിട്ടിയ എന്തൊക്കെ വകയാണോ പറഞ്ഞു. ഞാൻ വകയൊന്നും ചോദിച്ചില്ല. നിങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അത് കൊടുത്താൽ മതി. പണ്ടേ ജാതിയായി ജീവിച്ച സമയത്തും എനിക്ക് എന്റെ ജീവിതം എന്ന് പറയുമ്പോൾ മറ്റൊരാളിനെ വേദനിപ്പിക്കുന്നതോ മറ്റൊരാളിനെ ഭാരപ്പെടുത്തുന്നതോ ഒരു ജീവിതവും എന്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് അങ്ങനെയാണ് അന്നേ ഞാൻ ജീവിച്ചു വന്നത്. അങ്ങനെ ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ സഹോദരങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. എന്റെ ഞങ്ങൾ അഞ്ചു പേരിൽ 2 ആണുങ്ങളുണ്ട്. 2 ആണുങ്ങൾ, 3 ആണും 2 പെണ്ണും. 2 സഹോദരങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. ജ്യേഷ്ഠന്റെ വിവാഹം കഴിഞ്ഞു. അടുത്ത് എന്റെ വിവാഹം കഴിഞ്ഞു. ഞങ്ങളൊക്കെ വിവാഹ കാലങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും മദ്യപാനികളാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കും. ഈ 5 മക്കളും അപ്പനും അമ്മയും ഒരുമിച്ച് അന്നത്തെ വാറ്റിയാരായം ഒരുമിച്ച് വെച്ച് ഷെയർ ചെയ്ത് കുടിക്കുക. എന്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവള് വീട്ടിൽ വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കർക്കിടവാവ് കടന്ന്. കർക്കിടവാവിന്റെ അന്ന് ഇതുപോലെ തന്നെ എല്ലാം കൂടെ ചാരായം വീട്ടി വെച്ച് ഞങ്ങളെ മക്കൾക്കൊക്കെ എല്ലാം ഷെയർ ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ എന്റെ ഭാര്യകാരെ കയ്യിൽ പിടിച്ചിരുന്നു. ഞാന് എന്റെ വീട്ടിൽ എന്റെ പിതാവിന്റെ മദ്യപാനം കൊണ്ട് നിവർത്തിയില്ലാതെ മാനസികമായി ഭാരപ്പെട്ടാണ് എന്റെ ഇവിടെ വന്ന് കയറി. ഇവിടെയെങ്കിലും എനിക്കൊരു ആശ്രയം കിട്ടുമെന്ന് വിചാരിച്ചു. ഇവിടെ അതിനേക്കാളും കഷ്ടമായിപ്പോയോ ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിപ്പാനിടയായിരുന്നു. ഞാൻ ഈ കഷ്ടം ഇവരുടെ കരച്ചിൽ കണ്ടുകൊണ്ട് അന്ന് ഞാൻ കുടിച്ചില്ല. വീണ്ടും സ്നേഹിതന്മാരുടെ അടുത്ത് ചെല്ലുമ്പം ഒരു ദിവസം വിശന്നാൽ നമുക്ക് ആഹാരം വാങ്ങിച്ചു തരില്ല, എന്നാൽ മദ്യം വാങ്ങിച്ചു തരും. അങ്ങനെ കൂട്ടുകാരന്മാരുടെ ചെന്ന് ഈ ആദ്യ നമ്മുടെ വിവാഹത്തിൻ്റെതായ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും മദ്യപിച്ചുകൊണ്ടൊക്കെ വീട്ടിൽ വരും. കുറെ ദിവസമൊക്കെ അവർ പറഞ്ഞൊക്കെ ഉപദേശിക്കും, പറഞ്ഞൊക്കെ മനസ്സ് വേദനിപ്പിക്കുമെങ്കിലും ഞാൻ പറഞ്ഞിട്ട് പോകും, ഇനി ഞാൻ മദ്യപിക്കില്ല എന്ന് പറഞ്ഞിട്ട്. എങ്കിലും കൂട്ടുകാരന്മാരെ നിർബന്ധിക്കും. പൈസ ഇല്ലെങ്കിലും മദ്യം വാങ്ങിച്ചു തരും. ഒരു ദിവസം പട്ടിണിയായി പോയാൽ വീട് പട്ടിണിക്ക് ആരും ഒന്നും സഹായിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നും അടിമയായി ഇങ്ങനെ മുൻകാലങ്ങൾ ജീവിച്ചു. ജീവിതം അങ്ങനെ കടന്നുപോയി. അങ്ങനെ എനിക്ക് 2 പൊന്മക്കളെ ദൈവം തന്നു. 2 പൊന്മക്കളെ ദൈവം തന്നു. അപ്പോൾ മൂത്ത മകൾക്ക് 7 വയസ്സ് പ്രായമായി. മൂത്ത മക്കൾ 7 വയസ്സ് പ്രായമായപ്പോൾ ഞാനിങ്ങനെ 2 ഇളയ മകൾക്ക് 5 വയസ്സ് പ്രായമായി. അപ്പോഴ് ഈ പിള്ളേർക്കെല്ലാം എന്നും അസുഖവും ജീവിതത്തിലൊരു സ്വസ്ഥതയില്ല. അപ്പൊ ഈ പിള്ളേർക്ക് സ്വസ്ഥതയില്ലാത്ത രോഗങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഞാൻ വിചാരിക്കും, ഇനി എന്തായിരുന്നാലും ജീവിതം ഇനി മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല, ഇനി മരിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 9 ദിവസം വരെ 9ഓളം ദിവസം വരെ ഞാൻ കയറ് കയ്യിലെടുത്ത് ഒരു പ്ലാവിന്റെ മൂട്ടിൽ പോകും. അടുത്ത സമീപത്തിന് പ്ലാവുണ്ട്, പ്ലാവിന്റെ മൂട്ടിൽ പോകും. അവിടെ ചെന്ന് ഇങ്ങനെ ആലോചിക്കും, ഞാൻ കൂടെ ഉള്ളപ്പം എന്റെ കുടുംബത്തിൽ ഇത്രയും വേദന, അപ്പൊ ഞാൻ ഇല്ലായിരുന്നാൽ എന്റെ കുടുംബത്തിൽ എന്തുമാത്രം കഷ്ടം അനുഭവിക്കും എന്ന് വീണ്ടും ഒരു ചിന്ത വരും. എനിക്ക് തോന്നുന്നു എന്റെ കർത്താവാണ് ഈ ചിന്ത എന്റെ ഹൃദയത്തിൽ കൊണ്ടുനിട്ടോ, അല്ലെങ്കിൽ മരിക്കുവായിരുന്നു. അത്രമാത്രം വേദന. കാര്യം ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ലാത്ത അനുഭവം. പകൽ മുഴുവനും പാറക്കോറിയിലാണ് ജോലി ചെയ്യാൻ പോകുന്നത്. എന്റെ ജോലി എന്ന് പറയുമ്പോൾ കൂടത്തിൽ കല്ല് പൊട്ടിച്ച് വണ്ടികളിൽ ലോഡ് കൊടുക്കുന്നതാണ് എന്റെ ജോലി. അപ്പം നല്ല ശരീരമൊക്കെ നല്ല വേദനിച്ചാണ് കടന്നു വരുന്നത്. എന്നാലും എനിക്ക് ഉറക്കം വരില്ല. കാര്യം എന്റെ ഈ പിള്ളേരുടെ കഷ്ടങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ കാണുമ്പോൾ ജീവിതത്തിലൊരു സ്വസ്ഥത ഇല്ലാത്ത അനുഭവം. പിള്ളേരെ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അസുഖം കൊണ്ട് ഓടണം, ഇങ്ങനെയൊക്കെയുള്ള വേദനകൾ കൊണ്ട് ഹൃദയവേദനകൾ കൊണ്ട് മരിക്കാമെന്ന് വിചാരിച്ച് 9 പ്രാവശ്യം വരെ തയ്യാറെടുത്തു. പക്ഷെ അവിടെയും മരിക്കാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെ എന്റെ മൂത്ത മകളുടെ 7ാമത്തെ വയസ്സ് ആയപ്പോൾ നമുക്ക് ഒരുപാട് വീണ്ടും കഷ്ടത കൊണ്ട് ഒരു നിവർത്തിയില്ല. അതുകൊണ്ട് ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി ചോദിച്ചറിഞ്ഞപ്പം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഒരു പരിഹാര കർമ്മം ചെയ്യാം. അതിവിടെ ഈ അരുവിക്കരയ്ക്ക് അപ്പുറത്ത് മുണ്ടയാലായി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലാണ് പോയത്. നിങ്ങൾക്ക് വേണ്ടി ഒരു പരിഹാര കർമ്മം ചെയ്തു തരാം. നിങ്ങൾ അത് കൊണ്ടുവന്ന് ഒരു 3 മുട്ടയും ഒരു കാഞ്ഞര പാവയും കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ കൊണ്ട് അവിടെ ചെല്ലാൻ പറഞ്ഞു. അത് കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു തോട് ഒഴുകി പോകുന്നുണ്ട്, ആ തോട്ടിൽ കൊണ്ട് ഒഴുകിയാൽ മതി. തോടൊഴി പോകുന്ന സത്യം തന്നെ, വിശാരി കള്ളമാണ് പറഞ്ഞെങ്കിലും തോടൊഴി പോകുന്ന സത്യം തന്നെ. ഈ തോട്ടിൽ കൊണ്ടുവന്ന് ഒഴുക്കിയെങ്കിലും അന്ന് വലിയത്തിൽ കൂടെ കഷ്ടത കൂടിയതല്ലാതെ കഷ്ടതയ്ക്ക് ഒരു കുറവുമില്ല. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളില് കഷ്ടത വർദ്ധിക്കും തോറും ക്ഷേത്രങ്ങൾ കൂടുതൽ പോകാൻ തുടങ്ങും. കാരണം ഞങ്ങള് ജനിച്ചതും വളർന്നതും ഒക്കെ ഹിന്ദു ആചാരത്തിലായതുകൊണ്ട്, അത് മാത്രമല്ല ഹിന്ദു ആചാരത്തിലാണ് എന്റെ മാതാവിന്റെ പിതാവൊക്കെ അവര് ഭയങ്കര കൃത്യമായിട്ടും ആചാരങ്ങളും ചിട്ടയും ആയിട്ടൊക്കെയാണ് അവരുടെ ജീവിതം. അപ്പൊ ഇതെല്ലാം കണ്ടു വളർന്നത് കൊണ്ട്
ഞാനും അതേ ആചാരത്തിൽ തന്നെ വളരുവാനിടയായി തീർന്നു. അങ്ങനെ ആ മകളുടെ 7 വയസ്സ് ആ സമയം ആയപ്പോൾ ഞാൻ ഇവർക്ക് ഒരു ഈ ന്യൂമോണിയ അനുഭവപ്പെട്ടു. ആ ന്യൂമോണിയ അനുഭവപ്പെട്ട സമയത്ത് ഞാൻ ഇങ്ങനെ ഏകദേശം 40 ദിവസത്തോളം അന്ന് അവിടെ ആശുപത്രി കൊണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ, ആ ഡോക്ടറെ കാണിക്കുന്നുണ്ടെങ്കിൽ 5 രൂപ വേണം. 5 രൂപ ആണ് ഒരു ദിവസത്തെ ചാർജ് മരുന്നിനും ചികിത്സയ്ക്കാണ്. അപ്പൊ ഏകദേശം 40 ദിവസം വരെ കൊണ്ടുപോയി പിന്നീട് വീണ്ടും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഒരു 2-3 ദിവസം കൂടെ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ അതിനുള്ള പൈസ കയ്യിലില്ലായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അവിടുത്തെ കുറച്ച് കടമൊക്കെ ഞങ്ങൾ എന്റെ ചെറുപ്രായം പോലെ അറിയാമെന്നുള്ള ഡോക്ടർ ആയതുകൊണ്ട് കുറച്ച് പൈസയെ കടം വെച്ചൊക്കെ ഞങ്ങൾ ചികിത്സിച്ചു. തുടർന്നും കുറച്ച് ദിവസങ്ങൾ ചികിത്സ മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞു. ഒരു ദിവസമായപ്പോൾ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ അനുഭവത്തിൽ വെറും 5 പൈസ കയ്യിലുണ്ടായിരുന്നു. കൊണ്ടുവന്ന് എന്റെ ഒരു സ്നേഹിതനുണ്ട്. അന്ന് ആ കാലഘട്ടം വരെ ഞാൻ വിവാഹം കഴിഞ്ഞു കുടുംബമൊക്കെ ആയി തീരുന്നതുവരെ ഞങ്ങൾ ഒരുമിച്ച് കുടിച്ചും ഒരുമിച്ച് ബാല്യകാലം കഴിച്ചും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച ഒരു സുഹൃത്തിന്റെ പറഞ്ഞ് 25 രൂപ എനിക്ക് കടം തരണം, ഞാൻ 2 ദിവസത്തിനകം തരാൻ തന്നു. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു നല്ലൊരു ബിസിനസ് മാനാണ്, ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു 25 രൂപ പോയിട്ട് 25 പൈസ എടുക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതെന്നെ മാനസികമായി ഭയങ്കരമായി വേദനിപ്പിക്കാൻ ഇടയായിത്തീർന്നു. ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് കുറെ ദൂരം നടന്നു. ഏകദേശം 4 കിലോമീറ്റർ നടന്നാണ് ആശുപത്രിയിൽ എത്തിയാൽ. ബസ്സിൽക്കാരൻ പൈസ, ബസ്സിൽക്കാരെ ഈ 5 പൈസ പോരാ. അപ്പൊ ഈ സന്ദർഭത്തിൽ ഞാനിങ്ങനെ അവിടെ കുറച്ചു ദൂരം കൊണ്ടുപോയിട്ട് ഇനിയും പൈസ ഇല്ലാതെ ഞാൻ കൊണ്ടുപോകുന്നില്ല, കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കാൻ പോട്ടെന്ന് പറഞ്ഞിട്ട് മനസ്സിനെ ഉറച്ച് തിരിച്ചു വന്നു. ആ സമയം ഒരു 12:30 മണിയാവും. 12:30 മണിയായ സമയത്ത് അവിടെ ഞങ്ങള് ഇങ്ങോട്ട് കടന്നു വരുന്ന ആ സ്ഥലത്ത് ഒരു തോട്ടുപറമ്പിലൂടെ ഞാൻ ഈ കുഞ്ഞിനെ തോളിലേറ്റി കൊണ്ടുവരുമ്പോൾ 12:30 മണിക്ക് അവിടെ റോമ ചർച്ചുണ്ട്. ഈ റോമ ചർച്ചിൽ ഈ 12:30 മണിക്ക് ബെല്ല് ശബ്ദം കേട്ടപ്പോൾ ഞാൻ അവിടെ ഈ കൊച്ചിനെ നിർത്തി ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവം ആരാണെന്ന് അറിയണം. ഞാന് ജനിച്ച കാലം മുതൽ അയ്യപ്പനെ സേവിക്കുന്നുണ്ട്, മുരുകനെ സേവിക്കുന്നുണ്ട്, മറ്റുള്ള ദേവിമാരെയൊക്കെ സേവിക്കുന്നുണ്ട്, ഒരുപാട് ദേവന്മാരെയൊക്കെ ഞാൻ സേവിക്കുന്നുണ്ട്. എനിക്ക് സത്യദൈവം ആരാണെന്ന് അറിയണം. ഞാൻ അവിടെ പൊട്ടിക്കരഞ്ഞു. കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടികൊണ്ട് ശരീരം ഞുറുങ്ങി കരയും പോലെ എന്റെ കണ്ണുനീര് നിലത്ത് വീണു. കാരണം എന്റെ കുഞ്ഞിന്റെ വേദനയും ഇതെല്ലാം എന്റെ ഹൃദയത്തിൽ താങ്ങാൻ വയ്യാതെ ഞാൻ ഭാരപ്പെട്ടു. മുമ്പോട്ട് ജീവിതം കൊണ്ടുപോകാൻ പൈസയില്ല, ജോലിയില്ല, വല്ലാത്തൊരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സമയം. ഈ 12:30 മണി സമയത്തിൽ ഞാൻ ആ തോട്ടിൽ വരുമ്പോൾ എന്റെ കണ്ണുനീര് വീഴുവാനിടയായിത്തീർന്നു. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ആരാണെന്ന് എനിക്ക് അറിയണം. ആ ദൈവത്തെ എനിക്ക് തുടർന്ന് ആ ദൈവത്തെ കണ്ടുമുട്ടുവാൻ എനിക്ക് ഒരു അവസരം തരണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് നിലവിളിച്ച് കരയും പോലെ കരയുവാനിടയായിത്തീർന്നു. ആ കാലഘട്ടത്തില് സ്തോത്രം അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. യേശു ദൈവമാണ്, ദൈവപുത്രനാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോണ്ട് ഞാൻ റോമപ്പള്ളിയിലാണ് ഇവിടെയൊക്കെ പോയി ബാല്യകാലത്തൊക്കെ പോയിരിക്കും. അവിടെ ഈ വിശപ്പിന് ആഹാരം കൊടുക്കുന്ന ഒരു പരിപാടിയല്ല. വിശപ്പിന് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് പോകണല്ലേ, പള്ളിയിൽ ദൈവത്തിനെ അറിഞ്ഞു പോയതല്ല. അങ്ങനെയൊക്കെ പോയൊരു കാലഘട്ടമുണ്ട്. അപ്പം അവര് പരസ്പരം അങ്ങോട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയാൽ മിണ്ടയൊന്നുമില്ല. എനിക്കൊരു ചിന്ത വന്നത്, ഇതുപോലെ നല്ല ക്ഷേത്രങ്ങളിൽ പോയിരുന്നാലും അവര് നമ്മളവിടെ ചെന്ന് നമ്മളെ കഷ്ടവും ദുഃഖവും പറഞ്ഞ് അവിടെ ചെന്ന് കൈകൂപ്പി നിൽക്കുമ്പോൾ ഒരല്പ വെള്ളവും കയ്യിൽ ഒഴിച്ചു തരും, ഒരല്പ പ്രസാദവും കയ്യിലിട്ട് തരും. ഇതെടുത്ത് നമ്മളെ നെറ്റിയിലിട്ട് നമ്മൾ അവിടെ കരഞ്ഞ് നമ്മുടെ സങ്കടങ്ങളെല്ലാം ഈ കല്ലിന്റെ വിഗ്രഹത്തിന്റെ മുമ്പിൽ നമ്മൾ കരഞ്ഞിട്ട് വരും. അല്ല നമ്മളടുത്ത് ഒരു വാക്ക് ചോദിക്കാൻ, ഒരു ആശ്വാസ വാക്ക് പറയുവാനോ നമുക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ലല്ലോ, ഇതൊരു ദൈവ സാന്നിധ്യം അല്ല എന്ന് അറിഞ്ഞ് ഞാൻ ഈ റോമപ്പള്ളിയിൽ പിന്നെ പോകില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ബാല്യകാലത്ത് എന്റെ കൊച്ചുനാളിൽ അവിടെ ഈ കൊച്ചു പിള്ളേർക്കൊക്കെ ആഹാരത്തിന് മാവും എണ്ണയെ കൊടുക്കുന്ന പരിപാടി അങ്ങനെ പോയതല്ലാതെ പിന്നെ 1-2 ആരാധനയ്ക്ക് പോയി. പിന്നീട് എനിക്ക് അങ്ങനെ പോകുന്നത് ഇഷ്ടമില്ല. അവിടുത്തെ പിന്നെ ഈ ദൈവത്തെ അന്വേഷിച്ചതിന് ശേഷം ജീവിതത്തിനൊരു മാറ്റം ദൈവം തന്നു. എങ്കിലും യേശുവിനെ അറിഞ്ഞില്ല. ജീവിതത്തിന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ അവിടെ ആ സമയം മുതൽ എന്റെ ജീവിതത്തില് ഒരു പ്രത്യേക ഒരു വ്യത്യാസം ജീവിതത്തിൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നീട് എന്റെ ഭാര്യയുടെ 5 പവന്റെ ഒരു ആഭരണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഈ 5 പവന്റെ ആഭരണത്തിൽ 4 പവൻ ആഭരണം എല്ലാം ബാങ്കില് ഇത് കൊണ്ടുവച്ച് ഞങ്ങൾ പൈസ എടുത്ത് ഞങ്ങൾ ഓരോ ആവശ്യത്തിനൊക്കെ ചെലവഴിച്ച് പിന്നെ ഒരു പവന്റെ കെട്ടുതാലും ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിങ്ങനെ ഇതൊക്കെ നശിപ്പിക്കുന്നതിലും പ്രയാസമുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ബിസിനസ് തുടങ്ങാം എന്ന് പറഞ്ഞ് ഒരു ആട് ബിസിനസ് തുടങ്ങി.
അതിലൂടെ ഞങ്ങൾ കുറച്ച് സാമ്പത്തികമൊക്കെ അങ്ങനെ മുമ്പോട്ട് പോയി, കുറച്ച് ജീവിതമൊക്കെ പച്ച പിടിച്ചെങ്കിലും യേശുവിനെ അറിയുന്നില്ല, യേശു ദൈവമാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെ മുമ്പോട്ട് പോയി 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 വന്നു. വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ ഇങ്ങനെ ഒരു നേരത്തെ ഞാൻ ശബരിമല, എന്റെ മൂത്ത മകളെ ശബരിമല കൊണ്ടുവന്ന് എന്റെ ഞങ്ങൾക്ക് ഈ കഷ്ടവും ദുഃഖമൊക്കെ തീർത്തു തരണമെങ്കിൽ ഞങ്ങളെ ശബരിമല കൊണ്ടുവന്ന് ഞങ്ങൾ ഒരു പ്രാവശ്യം അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 18 വർഷം സ്ഥിരമായിട്ട് ശബരിമല പോകും. 7ാമത്തെ വർഷം മുതൽ ഗുരുസ്വാമിയായി ആളുകളൊക്കെ കൊണ്ടുപോയി അതിന്റെ കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ എനിക്കറിയാം. അങ്ങനെ ഇവിടെ എന്റെ മകളുടെ മൂത്ത മകളെ അതേ പ്രായത്തിലുള്ള വേറെ കുഞ്ഞും എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട്. പുള്ളിക്കാരൻ തമിഴ്നാട്ടിലുള്ള ആളാണ്. ഈ തമിഴ്നാട്ടിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന വാരി കൊടുക്കുന്ന സമൃദ്ധിയായി കൊടുക്കുന്ന ഒരു ഭക്തനാണ് അദ്ദേഹവും. ഞങ്ങൾ 4 പേരായിട്ട് ശബരിമല പോയി. 6 മണിക്ക് ഞങ്ങൾ പമ്പയിൽ ചെന്ന് ബലികർമ്മങ്ങളൊക്കെ ചെയ്തു. അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടുന്ന് 1994 ശബരിമല ഒരു ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. ഈ ബോംബ് ഭീഷണി സമയത്ത് അവിടെ ഞാനും ഈ കുഞ്ഞുങ്ങളുമായി അവിടെ ചെന്നു. 6:15 മണിക്ക് ഗണപതി ഹോളിന്റെ അവിടുന്ന് ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ശരംകുത്തി വരെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് വനങ്ങളിലൂടെയൊക്കെ കടന്ന് ഞങ്ങൾ എന്ന് വെച്ചാൽ ഈ ബോംബ് ഭീഷണി ആയതുകൊണ്ട് 50 പേരോളം പരിശോധിച്ച് അയ്യപ്പന്മാർ അങ്ങോട്ട് വിടുകയുള്ളൂ. അപ്പം നല്ലൊരു മഴക്കാലവും കൂടി ആയിരുന്നു. ഈ മഴയൊക്കെ പെയ്ത് പിള്ളേർക്കെല്ലാം പനിയും ഛർദിലും 2 പിള്ളേർക്ക്. അപ്പൊ എന്റെ പിള്ളേർക്ക് എന്തെങ്കിലും, എന്റെ മോക്ക് എന്തെങ്കിലും വന്നാലും കുഴപ്പമില്ല, എന്നെ കൂടെ വിശ്വസിച്ച് വേറെ ഒരു കൊച്ചിനെ കൂടെ എന്റെ കൂടെ വിട്ടു. ഇതിന് യാതൊരു കുഴപ്പം വരാതെ വീട്ടിലെത്തിക്കണമല്ലോ എന്ന് പറഞ്ഞ് എന്റെ മനസ്സിന് വിഷമമുണ്ട്. ഏകദേശം 4 മണി വരെ ഞങ്ങൾ ശരംകുത്തിയിൽ ഒരു ചൂരൽക്കാട്ടിന്റെ അടിയിൽ അവിടെ ചെന്ന് ഒതുങ്ങിയിരുന്നു. അങ്ങോട്ട് പോകാൻ ഒരു നിവർത്തിയില്ല. ഈ ക്യൂ ഒരിക്കലും കുറയുന്നില്ല, അങ്ങോട്ട് പോകാൻ ഒരു നിവർത്തിയില്ല. 50 പേരും പരിശോധിച്ച് മാത്രമേ അങ്ങോട്ട് വിടുകയുള്ളൂ. ഈ ബോംബ് ഭീഷണി ഉള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള സംഭവം വന്നത്. ആ കാലത്ത് ഞാൻ വിചാരിച്ചു ഇനി ഞാൻ എന്റെ ചേട്ടനെ പറഞ്ഞു, ഇനി നമുക്ക് ഒരു കാര്യം, ഞാൻ പിള്ളേരെ കൊണ്ട് നമുക്ക് ജീവനോടെ വീട്ടിലെത്തിക്കാം, അയ്യപ്പനെ നമുക്ക് ഇനി വീണ്ടും വന്ന് കാണാം. അതല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, മണ്ണിലും വീണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുക, ദൈവം ഇവിടെ നിന്ന് പറ്റിക്കോളെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് സർവ്വക്കല്ല് നെറ്റങ്ങൊക്കെ അടിച്ചൊഴിച്ച് ബാക്കിയുള്ളതിനെ പ്രസാദമാക്കി വാരിക്കെട്ടി അവിടെ നിന്ന് തിരിച്ച് പിള്ളേരെ കൊണ്ട് വീട്ടിലെത്തിച്ച് ഇവിടെ ഭവനത്തിൽ വന്നിട്ട് ഏകദേശം 10,000 രൂപ അന്ന് മുടക്കിയാണ് ഈ കുഞ്ഞുങ്ങൾ കൊണ്ട് പോയത്. ഇത്രയും പോയിട്ട് ഞങ്ങൾക്ക് അവിടെ പോയി അയ്യപ്പനെ പോയി തൊഴാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് അതിൽ നിരാശയായത് കൊണ്ട് പിന്നെ പറഞ്ഞു, ഞാന് ഇനി ഇങ്ങനെ ഒരു പരിപാടിക്ക് ഞാനില്ല, ദൈവങ്ങളൊന്നും ഇല്ല, ഒരു നിരീശ്വരവാദിയായിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ചു. നിരീശ്വരവാദി ആയിട്ട് ജീവിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഡെയിലി ഒരു മിലിറ്ററിക്കാരന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു മാസപ്പടി കിട്ടുന്ന അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് അദ്ദേഹം ഒന്നും ഉപയോഗിക്കില്ല, മദ്യം ഒന്നും ഉപയോഗിക്കില്ല. അദ്ദേഹത്തിന് കിട്ടുന്ന ഈ മാസപ്പടി കിട്ടുന്ന എല്ലാം വാങ്ങിക്കാതെ പോരാത്തത് കൊണ്ട് ഷാപ്പിൽ പോയി അന്ന് മില്ലി പട്ടച്ചാരയൊക്കെ കിട്ടും, അതൊക്കെ വാങ്ങി കുടിക്കും. അങ്ങനെ ഇത് ഈ വാങ്ങി കുടിക്കാൻ വേണ്ടി നല്ല ഉപജീവനമാർഗം ചെയ്യും. പാറപ്പണിയൊക്കെ നല്ലതുപോലെ ചെയ്യാൻ അറിയാം, എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കും. പക്ഷെ വീട്ടില് ഒരു 50 രൂപ ഒക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പൈസക്കൊക്കെ കുടിച്ച് പിള്ളേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി ഇങ്ങനെ കൊണ്ടുവരും. കാര്യം ഞാന് ഒരു കഷ്ണം എന്റെ അമ്മയുടെ പിതാവിന്റെ വീട്ടിൽ നിന്ന കാലത്ത് ആഹാരത്തിന് വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. കാര്യം എന്റെ അമ്മയുടെ ആങ്ങളെയും അമ്മയുടെ പിതാവും ഒക്കെ കഴിച്ച് നല്ല തൃപ്തിയായി വരുന്നത് വരെ ഞാന് ഒരു നായ് ഒളിച്ചു നിൽക്കും പോലെ വാതിലിന്റെ മറവില് ഒളിച്ചു നിൽക്കും. അവരെപ്പോഴും ആഹാരം തിന്ന് അവർ സമൃദ്ധിയായി തീർന്നതിന് ശേഷമേ എനിക്ക് ആഹാരം തരുള്ളൂ. അപ്പൊ ഇവർ എപ്പോഴും മാറുമെന്ന് നോക്കി വാതിലിന്റെ മറവിൽ നിൽക്കും. അഥവാ ഇവർ കാണുകയാണെങ്കിൽ വഴക്ക് പറയും. അവര് കഴിഞ്ഞതിന് ശേഷം ഒരു കഷ്ണം ഗോതമ്പ് പുട്ട്, അതായത് ഒരു പുട്ടെന്ന് പറഞ്ഞാൽ ഒരു കുറ്റിയില് 4 പുട്ട് ഇടും. അതിൽ ഒരു കഷ്ണം പുട്ടും അവര് നല്ല ചായ, നല്ല കട്ടിക്ക് ചായ വെച്ച് കുടിച്ചതിന്റെ മിച്ചം ചായ കൊണ്ടുവന്ന് വെച്ച് അന്നത്തെ മൺചട്ടിയിൽ നിറച്ച് ബാക്കി തേയിലയും കൂടെ വീഴ്ത്തി ലൂസാക്കി എന്റെ അമ്മയും ഞാനും ഞങ്ങളത് കുടിക്കും. ഇത്രയും പുട്ട് തിന്നുമ്പോൾ ഒരു ഇരയ്ക്ക് പോലും ആകൂല. അപ്പോഴ് വിശപ്പുകൊണ്ട് ആഹാരം കഴിക്കേണ്ട സമയങ്ങളാണ്. അതുകൊണ്ടൊന്നും ഒന്നും ആവില്ല. അപ്പോഴേ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, എനിക്ക് 2 തലമുറകൾ കിട്ടുകയാണെങ്കിൽ എന്റെ തലമുറകൾ ഒരു ആഹാരത്തിനും ഒരു ആഹാരത്തിനും മതി വരാതിരിക്കാൻ പാടില്ല. അവർ തിന്ന് സമൃദ്ധിയെ വേണ്ടത് എനിക്ക് കാണണം. ഞാൻ ഇങ്ങനെ നടന്നതുകൊണ്ട് എന്റെ തലമുറകളുടെ സമൃദ്ധി എനിക്ക് കാണണം എന്ന് അന്നത്തെ രീതിയിലുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു.
സ്തോത്രം ആഹാരത്തിനൊക്കെ എത്തി ഞങ്ങളെ വിഷമിപ്പിക്കുകയും അതുപോലെ തന്നെ വസ്ത്രം അമ്മയുടെ ആങ്ങളയ്ക്ക് നല്ല ഷർട്ട് നല്ല ഷർട്ട് വാങ്ങി കൊടുക്കും. എനിക്ക് വില കുറഞ്ഞ മോശപ്പെട്ട ഷർട്ടൊക്കെ വാങ്ങിത്തരും. അങ്ങനെ ഇതൊക്കെ ഇടുമ്പോഴും മനസ്സിന് വേദന വരും. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ അന്നത്തെ പിയേഴ്സ് സോപ്പ്, അന്ന് അവർ മോട്ടി സോപ്പ് എന്നാണ് പറഞ്ഞത്, പിയേഴ്സ് സോപ്പ് ഒരു സോപ്പ് എടുത്ത് കുളിച്ച സമയത്ത് എന്റെ അമ്മയുടെ അമ്മ പറഞ്ഞു, നീ ഇത്രയും കൂടിയ സോപ്പ് തേച്ച, ഈ പിയേഴ്സ് സോപ്പ് തേച്ച മോട്ടി സോപ്പ് തേച്ച കുളിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഇവരെന്നെ കളിയാക്കി. അന്ന് മുതൽ ഞാൻ ഈ സോപ്പ് എടുക്കില്ല. സോപ്പ് എടുക്കാതെ തുണി നനയ്ക്കുന്ന സോപ്പ് എടുത്ത് മേലെ അയക്കും. നിനക്ക് ബാർ സോപ്പോട് മേലെ അയച്ചാൽ മതി എന്ന് അവർ പറഞ്ഞു. ഇങ്ങനെ പറയാനിടയാക്കിയിരുന്നു. അപ്പൊ അന്ന് മുതൽ ഞാൻ ഈ വാർ സോപ്പ് ഉപയോഗിക്കുള്ളൂ. അവര് നിർബന്ധിച്ച് തന്നെ സോപ്പ് തേപ്പിച്ചാലും ഞാൻ പറയും എനിക്ക് ആ സോപ്പിന്റെ ആവശ്യമില്ല, ഈ സോപ്പ് മതി എന്ന് പറയും. സ്വതന്ത്രം അങ്ങനെ ഉള്ള കാലഘട്ടങ്ങളിൽ സ്വതന്ത്രം. അതുകൊണ്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും എന്റെ തലമുറകൾക്ക് ഇഷ്ടപ്പെട്ട സോപ്പും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളും ഇഷ്ടപ്പെട്ട ആഹാരവും കഴിക്കുവാൻ അത് സ്വതന്ത്രം. അത്രയ്ക്ക് ഞാൻ അധ്വാനിക്കും എന്ന് പറഞ്ഞാൽ പശു വളർത്ത്. അന്ന് ഒരു ഗ്ലാസ് ചായക്ക് നമ്മൾ കാത്തു നിന്നത് കൊണ്ട് ഇപ്പോഴ് ഏകദേശം എന്റെ തലമുറകൾ അറിവായ, അതായത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ അവർക്ക് ഇഷ്ടാനുസരണം പശുവിന്റെ പാല് കറന്ന് അവർക്ക് കൊടുത്തു പോയിട്ട് ഇഷ്ടം പോലെ, അത് 5-6 പശു ഉണ്ടായിരുന്നു എനിക്ക്. ഈ 5-6 പശു ഉണ്ടെങ്കിലും ഇതിന് പുറമെ മരം മുറിക്കാൻ പോവും, മറ്റുള്ള ജോലിക്കൊക്കെ ഓടിപ്പോവും. അപ്പൊ ഒന്നിനും കുറവില്ല. ഈ പശു വളർത്തിന്റെ പാലിന്റെ പൈസ ഇതൊന്നും ഞാൻ ചോദിക്കില്ല. കാര്യം പിള്ളേരുടെ പഠിത്തത്തിനും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും എല്ലാം സമൃദ്ധിയായി ഇങ്ങനെ ഇതുകൊണ്ട് അങ്ങനെ അവർ കാര്യങ്ങൾ നടത്തിപ്പോയി. അവരെ +2 വരെ 2 മക്കളും +2 വരെ പഠിച്ചു. തുടർന്ന് പഠിക്കാൻ പറഞ്ഞപ്പോൾ അവർ പഠിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കമ്പ്യൂട്ടർ ക്ലാസ്സിനൊക്കെ 2 പേരും കുറച്ച് ദിവസമൊക്കെ പോയി. പിന്നെ ഒരാളുടെ ബൈബിൾ കോളേജ്, ഇളയ മോളെ ബൈബിൾ കോളേജിൽ അയച്ചു. ബൈബിൾ കോളേജിൽ ഒരു 2-3 വർഷം പഠിച്ചു. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു. അങ്ങനെ വിവാഹപ്രായമായി. മൂത്ത മോളുടെ വിവാഹം കഴിച്ചു. ഇടുക്കിയിൽ ഒരു വിവാഹാലോചന വന്നു. അവിടെ വിവാഹം ചെയ്ത് കൊടുത്തു. അവിടെ വിവാഹം കഴിച്ചു കൊടുത്തു. അതുവരെയും ഇതൊക്കെ രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ വിവാഹം മോളുടെ വിവാഹമൊക്കെ കഴിഞ്ഞത്. 1994 ഞങ്ങൾ ശബരിമല വെച്ച് ഇങ്ങനെ കഷ്ടപ്പാട് വന്നു. അതോടും കൂടി ഇനി ഇങ്ങനൊരു ദൈവം വേണ്ടെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചിവിടെ ഞങ്ങൾ വന്നിട്ട് ഞാനൊരു നിരീശ്വരവാദിയായി കുറെ കാലം ഇങ്ങനെ നടന്ന് അങ്ങനെ എന്റെ വീടിന്റെ തൊട്ട് താഴെ ഒരു പ്രാർത്ഥന ഒരു വീട്ടിൽ വെക്കാൻ കാരണം അവിടെ ഒരു സഹോദരന് ഇളുപ്പിന്റെ അസുഖം വന്നു. വലിയ അസുഖം വന്നു. അദ്ദേഹത്തിന് ഒരു വിടുതലില്ല. മെഡിക്കൽ കോളേജിൽ തിരിച്ചുവിട്ടു. വൈദ്യന്മാർ തിരിച്ചുവിട്ടു. അപ്പം ഏതോ ഒരു വൈദ്യൻ പറഞ്ഞു, ഒരു പാസ്റ്റർ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈ സഹോദരന് സൗഖ്യം കിട്ടും, പ്രാർത്ഥനയും മരുന്നും കൂടെ ആവുമ്പം സൗഖ്യം കിട്ടും, ഇതെന്തോ ഒരു ബന്ധനമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെച്ചു. ഈ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചപ്പോൾ എന്റെ മൂത്ത മകളും ഭാര്യയും ഇളയ കുഞ്ഞും കൂടെ ഇവര് 3 പേരും കൂടെ അങ്ങോട്ട് ഈ പ്രാർത്ഥനയ്ക്ക് അങ്ങ് പോയി. അപ്പൊ ഞാനിത് കേട്ടും കൊണ്ട് എന്റെ പടിവാതിൽക്ക് ഇരിക്കുകയാണ്. എനിക്ക് ഭയങ്കര വാശിയായി പോയി. കാരണം വേറെ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ പോയാൽ ഈ കുഴപ്പമില്ല. ഏതെങ്കിലും പള്ളിയിലോ CSIയിലോ പോയാൽ 2 പെമ്മക്കളല്ലേ, അവർക്ക് ആഭരണമൊക്കെ ഇട്ട് അയക്കാം എന്നുള്ള ആഗ്രഹമൊക്കെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവരെ വഴക്ക് പറഞ്ഞു. വേറെ ഒരിടത്തും പോകാനുള്ള നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകാൻ ഇല്ല, കുഴപ്പമൊന്നുമില്ല. അവരും പറഞ്ഞു നിങ്ങൾക്ക് ആഭരണം ഉണ്ടെങ്കിലൊക്കെ ഇഷ്ടം പോലെ ആഭരണം ഇടേ, നിങ്ങൾ എന്തിനാണ്, കുഴപ്പമൊന്നുമില്ല. ഭർത്താവ് മദ്യപാനിയാണോ, ആ ഭർത്താവ് മദ്യപിച്ചോട്ടെ, അതൊക്കെ ദൈവം ഇടപെടുമ്പോൾ അങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുത്ത് ഇവരെ അങ്ങ് സ്ഥിരമായിട്ട് അങ്ങ് ആരാധനയ്ക്ക് പോയി. അവര് സ്ഥിരമായിട്ട് ആരാധനയ്ക്ക് പോയി. ഇങ്ങനെ ഒരു 6 മാസം വരെ എന്നെ ഇവർ വന്ന് നിർബന്ധിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങള് ഇത്തരം ദാരിദ്ര്യാവസ്ഥയിൽ ഞങ്ങളവിടെ താമസമായപ്പോൾ ഞങ്ങളോട് കൂടെ ഏറ്റവും സഹകരിക്കുന്ന ഒരു സഹോദരനോട് അസുഖമായിട്ട് വന്ന സഹോദരന് ഈ 3 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോൾ അവന് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇത് എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഭയങ്കര വിശ്വാസമായി. എന്നിട്ട് എനിക്ക് വിശ്വാസമൊന്നും ആയില്ല. ഞാൻ ഇവരെ നിർബന്ധിച്ച് ഒരു ദിവസം ഒന്ന് കാണാൻ വേണ്ടി, ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഞാൻ ഇവരെ കൂടെ ഒരു ദിവസം പോയപ്പോഴവിടെ 9 മണിക്ക് ആരാധന തുടങ്ങും. 9:30 ആയപ്പം അവിടെ എത്തി. 2ാമത്തെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്തിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ 2ാമത്തെ പാട്ട് സമയത്ത് തന്നെ അവിടെ എത്തിയത്. അപ്പൊ ഈ ദേവദാസൻ പാട്ട് പാടി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദേവദാസൻ എന്നെ കണ്ടതോടുകൂടി, കാര്യം ഏകദേശം 6 മാസത്തോളം സുവിശേഷം പറഞ്ഞിട്ട് ഒന്നിനും വഴങ്ങാതെ നടന്ന ഒരു സഹോദരൻ ഇങ്ങനെ വന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, കാര്യം അദ്ദേഹം വളരെ സ്നേഹത്തോടെ മുമ്പോട്ട് കടന്നു വന്ന് സ്തോത്രം പറഞ്ഞ് എന്നെ പിടിച്ചെടുത്തുകൊണ്ട് ഇരുത്തി. ഞാൻ ഇവര് പറയുന്നതൊക്കെ അങ്ങനെ
ഇതൊക്കെ എന്തിനാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ണടയ്ക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർ നല്ല ആരാധന ആത്മാവിലൊക്കെ പറയുന്നു. അപ്പൊ ഇവരെന്തൊക്കെയാണ് പറഞ്ഞതും കൊണ്ട് ഞാനങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ എങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒടുവില് ആരാധന തീർന്നതിന് ശേഷം ഈ ദേവദാസ് എന്റെ ചോദിച്ചു, സഹോദര, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയെങ്കിലും സ്വസ്ഥത അനുഭവിച്ചിട്ടുണ്ടോ? സ്വസ്ഥതയോടുകൂടി കിടന്നുറങ്ങിയിട്ടുണ്ടോ എന്ന് എന്റെ കാര്യങ്ങളെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതാണ് ദൈവസ്നേഹം. ഇതാണ് യഥാർത്ഥ ദൈവസ്നേഹം. ആ ദൈവസ്നേഹമുള്ള ദൈവദാസനായതുകൊണ്ടാണ് എന്റെ വിശേഷം തിരക്കുവാനിടയായി തീർന്നു. ഞാന് എത്രയോ അമ്പലങ്ങളിൽ അതിരാവിലെ അതായത് 3 മണിക്കും 4 മണിക്കും ഉറക്കമൊഴിച്ച് ദീപാരാധന തൊഴാനും അതിരാവിലെയുള്ള സ്തോത്രം ദർശനങ്ങൾ തൊഴാനും ഒക്കെ പോയിട്ടും അവിടെ പോയി നമ്മള് കുമ്പിട്ട് നിന്നിട്ടും അവിടെ പോയി ഇത്രയും ആചാരത്തോടും കൂടി ഈ 36 വയസ്സ് വരെ ഭക്തി കാണിച്ചിട്ടും ഒരു വ്യക്തികൾ പോലും ഒരു പോറ്റിയോ ഒരു പരികർമ്മയോ ഒരു വ്യക്തിയോ ഇതുവരെയും ചോദിച്ചില്ല നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടോ എന്ന്. എന്നാൽ ഈ ദൈവദാസൻ എന്റെ ചോദിച്ചു, നിങ്ങൾ ഇതുവരെയെങ്കിലും ജീവിതത്തിൽ സമാധാനം അനുഭവിച്ചിട്ടുണ്ടോ, സ്വസ്ഥത അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സഹോദര എന്ന് പറഞ്ഞു. സഭ ഒന്നടങ്കം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ 36 വയസ്സ് വരെ ഉറങ്ങാത്ത ഞാൻ 36ാമത്തെ വയസ്സിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ അന്ന് സുഖമായി ഉറങ്ങി ഞാൻ. സ്തോത്രം. ഈ 36ാമത്തെ വയസ്സിൽ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങി. സ്തോത്രം. വചനം ഇങ്ങനെയാണ് പറയുന്നത്, തന്റെ മാറിൽ സമാധാനമായി കിടന്നുറങ്ങാം. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ കർത്താവിനെ ആശ്രയിച്ച് അവനെ വിശ്വസിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവന്റെ മാർവിടത്തിൽ നമുക്ക് ചാരി ഉറങ്ങാനുള്ള മാർവിടമാണ് കർത്താവിന്റെ മാർവിടം. അന്ന് 9:15 മണിക്ക് ആരാധനയ്ക്ക് എത്തിയ ഞാൻ പിറ്റേ ദിവസം 8:45 എന്റെ ഭാര്യ മക്കളൊക്കെ ഒരുങ്ങുന്ന മുമ്പ് 8:45 ഞാൻ അവിടെ ആരാധനയ്ക്ക് എത്തി. കാരണം ഈ 7ാം ദിവസം, അതായത് 6 ദിവസവും അധ്വാനിച്ചിട്ട് 7ാം ദിവസം ഞാൻ കാത്തിരുന്നു ആരാധനയ്ക്ക് പോകുവാൻ. അതായത് കലങ്ങൾ വെള്ളത്തിൽ കിടക്കുന്ന ഒരു മീനിന് തെളിഞ്ഞ വെള്ളം കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതുപോലെ ഒരു സന്തോഷം ജീവിതത്തിൽ പ്രാപിപ്പാൻ ഇടയായിത്തീർന്നു. ആ സന്തോഷം എനിക്ക് ലഭിച്ചത് കൊണ്ട്, കാര്യം ലോകം തരാത്ത സമാധാനം, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സമാധാനം ജീവിതത്തിൽ വന്നപ്പോൾ എനിക്ക് ഒരു ആരാധന കൊതിയനായി ഞാൻ ഉണ്ടായിത്തീർന്നു. എല്ലാവരും 9 മണിക്ക് ഒരുങ്ങി ഇറങ്ങി. ഞാൻ 8:45 ഇവിടുന്ന് ഒരുങ്ങി ഇറങ്ങി നടന്ന് ആരാധനയുടെ ആരംഭം മുതലേ പ്രാർത്ഥിക്കുവാൻ അവിടെ ചെന്നിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞൂടാ, പാടാൻ അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. എങ്കിലും ഇദ്ദേഹം, അപ്പൊ ഞാൻ ഈ പാസ്റ്റർ അടുത്ത് ഉള്ള കാര്യം പറഞ്ഞു, പാസ്റ്ററെ ഞാനിങ്ങനെ ബീഡി വലിക്കും, സിഗരറ്റ് വലിക്കും, മുറുക്കും, മദ്യപാനിയാണ്, അതിനൊന്നും കുഴപ്പമില്ല സഹോദര, പരിശുദ്ധാത്മാ കടവണമോ ഇതെല്ലാം മാറും, അതുവരെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലൊക്കെ ചെയ്യും, ഞാനൊന്നും വിലക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ അനുഭവങ്ങൾ അങ്ങനെയാണ്. എന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ പറഞ്ഞപ്പോൾ സഹോദരന് ഇഷ്ടമുള്ള ദൈവം ഇടപെടുമ്പോൾ ഇതെല്ലാം മാറും, അതുവരെ ഞാൻ നിങ്ങളെ ഒന്നും കടുപിടി പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയൊന്നും ചെയ്തില്ല. അങ്ങനെ ബൈബിളിലെ വചനങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ട് വന്നു. എന്റെ ജീവിതത്തിന്റെ ആ സമാധാന അനുഭവം ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ മദ്യം എനിക്കത് ഒരു വിപത്തായി തോന്നേണ്ടതായി തീർന്നു. അവിടെ വെച്ച് മദ്യപാനം മാറ്റി. പിന്നെ ബീഡി വായിക്കാത്തിരുന്നില്ലെങ്കിൽ 2ന് പോകാൻ പറ്റൂല, അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. അവിടെ എന്റെ കൂടെ ആരാധിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു, വീടി വലിച്ചാലേ അങ്ങനെ പോകുള്ളൂ. ആ സമയത്ത് കുറച്ച് മുട്ടായി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഒരു മുട്ടായി എടുത്ത് വീടി വലിക്കാൻ കൊതി വരുമ്പോൾ മുട്ടായി വായിക്കാത്തിടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, ഞാൻ ഇനി സ്വോത്രം പറഞ്ഞു തുടങ്ങാം, സ്വോത്രം പറയുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറുമെന്ന് പറയും. അങ്ങനെ പറഞ്ഞു. കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ചു. ദൈവം ഞങ്ങളെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. അങ്ങനെ ആ ചർച്ചിൽ കുറെ കാലം പൊയ്ക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ കുറെ കാലം അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ ഒരു കൊച്ചിന് സുഖമില്ലാതായി, എന്റെ പെങ്ങളുടെ ഒരു കൊച്ചിന് സുഖമില്ലാതായി. അതോടുകൂടി ഞങ്ങള് ഒരു ദേവദാസൻ ഞങ്ങൾ തിരക്കി ഞങ്ങളെ വീട്ടിൽ വന്നു. അദ്ദേഹം വന്ന് പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിനെ അലട്ടിക്കൊണ്ടുവന്ന അന്ധകാര ശക്തി മാറിപ്പോയി. അതൊക്കെ കൂടെ കണ്ടപ്പോൾ ഇത്തിരി കൂടി എന്റെ കർത്താവിനെ ആഴമായി സ്നേഹിപ്പാനിടയായിത്തീർന്നു. സ്നേഹിക്കുന്നവരെ കർത്താവ് കൈവിടും ദൈവമല്ലെന്ന് ഒന്നുകൂടി മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. ആ ദേവദാസനോടൊപ്പം ഞങ്ങള് ആരാധിച്ച് ഏകദേശം ഒരു 3 വർഷക്കാലം ആ ദേവദാസനോട് കൂടെ ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ച് അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ആരാധന കടന്നുപോയി ഇത്തിരി ദൂരമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആരാധന തുടങ്ങാന്ന് പറഞ്ഞ് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം അവിടുന്ന് കുറച്ച് ദൂരം, ഒരു 5 കിലോമീറ്റർ ദൂരെ നിന്ന് ബാറ്ററി
അന്ന് കറണ്ടൊന്നും വന്നിട്ടില്ല. ബാറ്ററിയും കാണും ഒക്കെ ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന് തലച്ചുമടി ചുമന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഞങ്ങൾ ആരാധനയൊക്കെ നടത്തും. അങ്ങനെ വൈകുന്നേരം ആരാധന നടത്തി അതിന് 10 ദിവസം കഴിഞ്ഞ് സഭായോഗം തുടങ്ങി. ആ സഭായോഗം തുടങ്ങിയ കാലം മുതൽ എനിക്ക് എഴുതാനും വായിക്കാൻ പറഞ്ഞത് ബൈബിൾ വായിക്കാൻ അറിഞ്ഞതെങ്കിലും ഇവിടെ ആരാധന തുടങ്ങിയ കാലം മുതൽ പ്രതിപുരുഷനായിട്ട് തന്നെ അങ്ങ് നിയമിക്കും. പ്രതിപുരുഷനായിട്ട് നിയമിച്ചെങ്കിലും അവിടെ അങ്ങനെ ഒരു പ്രതിമ പോലെ അങ്ങ് ഇരുന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവദാസം നോക്കിക്കോളും. ഞാൻ അങ്ങനെ കുറെ കാലം പ്രതിപുരുഷനായിട്ട് അവിടെ അങ്ങനെ ഇരുന്നു. കാര്യം ഏകദേശം ഒരു 10-27 വർഷം വരെ അവിടെ ഇരുന്ന് പ്രതിപുരുഷനായിട്ട് പ്രതിമ പോലെ ഇരുന്നെങ്കിലും എനിക്ക് കർത്താവിനെ ഒന്ന് പ്രസംഗിക്കുവാനോ കർത്താവിനെ കുറിച്ച് ഒരു സാക്ഷ്യം പറയുവാനോ ഒന്നിനും കഴിയാത്ത അനുഭവത്തിലൂടെ അങ്ങനെ അവിടെ ഇരുന്നിരുന്ന് അങ്ങനെ കാലഘട്ടങ്ങൾ അങ്ങനെ നീങ്ങി പോയി. എങ്കിലും കുഴപ്പമില്ല, സാരമല്ല, ഞാൻ അവിടെ ഇരുന്നുള്ളതെന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കും. കാര്യം എന്റെ ദൈവം തന്ന വിടുതലിന്റെ ഒക്കെ അതനുസരിച്ച് കർത്താവിന്റെ നാമത്തിന് കൊടുക്കാനും ആളുകൾക്ക് വേണ്ടി കരയാനും കാര്യം എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളും ഞങ്ങൾ ചർച്ചിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ ആരും വന്നില്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് എന്റെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് കാലഘട്ടങ്ങൾ കർത്താവിന് വേണ്ടി അങ്ങനെ ഓടി കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ ഇറങ്ങി പോകാൻ തിരിച്ചപ്പോൾ കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുവാനിടയായപ്പോൾ എന്റെ സ്ഥിതികൾക്ക് കർത്താവ് മാറ്റം വരുവാൻ ഇടയായി തീർന്നു. ആ സമയങ്ങളിൽ ഞങ്ങള് ഒരു 4 മുറിയുള്ള ഒരു പച്ചക്കട്ട കെട്ടിയ വീട്ടിലാണ് ഞങ്ങൾ അന്തി ഉറങ്ങുന്നത്. ഞങ്ങള് പ്രായപൂർത്തിയായ പെൺമക്കളും ഒക്കെ താമസിക്കുന്ന ഒരു ഇടുങ്ങിയ ഒരു വീട്ടിലാണ്. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ ഏകദേശം 100-ൽ കവിഞ്ഞ വിശ്വാസികളായി. ഇവരെല്ലാം കൂടെ ആരാധനയ്ക്ക് ഭവനത്തിൽ വരുമ്പോൾ ഇരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. പിന്നെ എനിക്കൊരു സ്വഭാവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് സാമ്പത്തികമൊക്കെ വാരി പല വഴികളിലും കൂടി കർത്താവ് എന്നെ അനുഗ്രഹിക്കണം. ഒരു ബാങ്ക് ബാലൻസും കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും എന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് ഞാൻ ദാരിദ്ര്യത്തിൽ വളർന്ന് എന്നെ ദൈവം ദരിദ്രന്റെ കുപ്പയിൽ നിന്നും ദരിദ്രന്റെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് പ്രഭുക്കന്മാരോട് ഇരുത്തു എന്ന് പറഞ്ഞ ദൈവം അത് കർത്താവ് എന്റെ കർത്താവ് സമൃദ്ധിയായ അനുഗ്രഹങ്ങളെ തന്ന് എന്നെ മാനിച്ചു. ഈ ഇടുങ്ങിയ വീട്ടിൽ നിങ്ങൾ ആരാധിക്കുമ്പോൾ എനിക്ക് ഒരു ആഗ്രഹം ജീവിതത്തിലുണ്ടായിരുന്നു. ഒരു 100 പേരിൽ ആരാധിക്കുന്ന ഒരു ഹാളും ഒരു മാന്യമായ ഒരു വീടും വേണമെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹം ജീവിതത്തിലുണ്ട്. എങ്കിലും ഞങ്ങൾ ആരാധിക്കാൻ പോകുന്ന ചർച്ചില് ചില വിശ്വാസികളുടെ ഭവനങ്ങളിൽ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചും അതുപോലെ തന്നെ അവരെ പിതാവും മാതാവും ഒക്കെ കഴിയുന്ന ഒരു റൂമും വെച്ച് വ്യാപിക്കുന്നതെല്ലാം ഒരു റൂമിൽ. അപ്പൊ ഞാൻ ഇതൊക്കെ ചെന്ന് കാണുമ്പോൾ ഇവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പൊ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള വീടുകളെല്ലാം പഞ്ചായത്തിന്റെ ലോണുകളെല്ലാം കിട്ടി. അവർക്കെല്ലാം എന്റെ കൂട്ടുവിശ്വാസികൾക്കെല്ലാം നല്ല വീടുകളൊക്കെ ആയി. അപ്പോഴേ എനിക്ക് ഹൃദയത്തിൽ സന്തോഷമുണ്ടായി. ദാവീദ് പറഞ്ഞ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ എനിക്ക് അവർക്കുണ്ടായാലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നു. പിന്നീട് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവെ എന്റെ വീട്ടില് ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ല, എനിക്ക് കർത്താവിനെ ആരാധിക്കാൻ ഒരു ഭവനം വേണം, അതിനുള്ള വഴി ദൈവം തുറന്നു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് അതിവിശാലമായ ഒരു ഭവനം തരുവാൻ ഇടയായി തീർന്നു. ഒരു 100 പേരിരുന്ന് ആരാധിച്ചിരുന്നാലും നിറച്ച് ആളിരിക്കാം. അതുപോലെ തന്നെ കർത്താവ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം, ചർച്ചിനോട് തൊട്ടടുത്ത് ചർച്ചിന്റെ ഒരു ചുവര് വ്യത്യാസമുള്ള ഒരു 5 അടി വ്യത്യാസമുള്ള ചർച്ചിന്റെ വ്യത്യാസം. അത്ര ഞങ്ങള് ഒരുപാട് ദൂരെ ഓടി നടന്ന് ആരാധിക്കാൻ പോയി. ഞങ്ങൾക്ക് ഏകദേശം 5 അടി വ്യത്യാസത്തിൽ ചർച്ചിൽ കർത്താവ് തരുവാനിടയായി. ഞങ്ങൾ അങ്ങനെ അനുഗ്രഹപ്പെട്ട ആരാധനയൊക്കെ ഇവിടെയൊക്കെ അങ്ങനെ കടന്നുപോയി. കർത്താവ് ഞങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കാനിടയായി തീർന്നു. തുടർന്ന് 2 മൂത്തമ്മകളുടെ വിവാഹം കഴിഞ്ഞ് ഇടുക്കിയിൽ കല്യാണം കഴിച്ച് അയച്ചു. അതുമുതൽ പിന്നെ വീണ്ടും ഒരു അഗ്നിശോധന പോലെ പരിശോധന ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. അവിടെ കർത്താവ് മത്തായി സുവിശേഷത്തില് വചനം ഇങ്ങനെ പറയുന്നു, യോഹന്നാൻ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കും, എന്റെ പിന്നാലെ വരുന്നവൻ അഗ്നിയാലും പിന്നെ ആത്മാവിനാലും അഗ്നിയാലും അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ സ്തോത്രം, അത് യാഥാർത്ഥ്യമാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതായി തീർന്നു. ജീവിതത്തില് സ്തോത്രം, നമ്മളെ ചില അഗ്നി പരീക്ഷയിൽ കൂടി കടന്നു പോയി മാത്രമേ കർത്താവിന്റെ ഇഷ്ടത്തിൽ നമ്മൾ ആയിത്തീരുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായി തീർന്നു. അങ്ങനെ അഗ്നി പരീക്ഷ എന്ന് പറയുമ്പോൾ തീയിലും അല്ല വെള്ളത്തിലും അല്ലാത്ത അനുഭവത്തില് പകൽ മുഴുക്കുകയും സ്തോത്രം തടി ചുമക്കുവാനും തടി മുറിക്കുവാനും മരത്തിലേക്കാർ കണ്ടിക്കാനും എടുക്കാനൊക്കെ നല്ലതുപോലെ പണികളൊക്കെ ചെയ്യും. അങ്ങനെയുള്ള പണിക്കൊക്കെ പോകുമെങ്കിലും ഹൃദയത്തിൽ വേദന, മോളെ കുറിച്ചുള്ള വേദന, അത് ഞങ്ങൾ അവിടെ അയച്ചുവെങ്കിലും ഏകദേശം 1 വർഷക്കാലം അവൾ താമസിച്ചിട്ട് ഡൈവേഴ്സായി 13 വർഷം വരെ വീട്ടില് അവള് ഇരിക്കാനിടയായി തീർന്നു. അതെന്റെ ജീവിതത്തിൽ ഭയങ്കരമായ ഒരു അഗ്നി ശോധന പോലെ ജീവിതത്തിൽ ഇങ്ങനെ അലതല്ലിക്കൊണ്ടിരുന്നു. കാര്യം ഓരോ വ്യക്തികൾ ചോദിക്കും, മോക്ക് 2ാമത് വിവാഹമൊന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ കാലത്ത് കാണുന്നവർ ചോദിക്കും, വിവാഹം 2ാമതൊന്നും ആയില്ല എന്ന് കേൾക്കും. അടുത്ത് വൈകുന്നേരം ആ വ്യക്തി എന്നെ കേൾക്കും, ഒന്നും ആയില്ല എന്ന് കേൾക്കും. ഇത് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ഇത്തിക്കൂടി വേദന. കാര്യം ഒരു പച്ച മുറിവില് വീണ്ടും ഒരു മുള്ള് കൊള്ളുമ്പോൾ ഇത്തിക്കൂടി വേദന എന്ന് പറയുമ്പോൾ
അപ്പൊ ഞാനിവിടെ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മക്കൾക്ക്, എന്റെ മോക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്ന് ഇളയ മോളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു, ഒരു ദേവദാസന്റെ കെട്ടിക്കൊടുത്തു. അവളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. ഏകദേശം 13 വർഷം വരെ എന്റെ മകൾക്ക് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോഴ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസൻ എന്റെ ദൈവം തരുവാനിടയായി തീർന്നു. ആ ദേവദാസൻ തന്നെയാണ് എനിക്ക് ഇവിടെ ഇപ്പൊ സപ്പോർട്ടായിട്ട് എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ദേവദാസന്. പുള്ളി സ്വന്തം ദൈവ കാര്യങ്ങൾക്കൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ദൈവദാസനാണ്. വളരെ സമാധാനവും സന്തോഷമുള്ള ഒരു ദൈവ പൈതലിനെ തന്നെ ദൈവം രണ്ടാമത് തരുവാനിടയായി. അതോടുകൂടി ഒന്നുകൂടി അതുവരെ ഈ കാര്യം, അതായത് ഈ മൂത്ത മോളുടെ രണ്ടാമത്തെ വിവാഹം കഴിയുന്നത് വരെ കർത്താവിനോട് ഇത്രയും പറ്റി നിൽക്കാൻ കഴിഞ്ഞില്ല. കാര്യം എന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ രോഗം വന്നു. 8 മാസക്കാലം എന്റെ വീട്ടിലില്ലായിരുന്നു. ഞാനിവിടെ ഒറ്റപ്പെട്ട അനുഭവത്തിൽ ഞാനിവിടെ ആയിപ്പോയെങ്കിലും കാരണം ആർക്കും നിൽക്കാൻ ഒക്കില്ല. കീമോ എടുത്തിട്ട് പശു വളർത്തുന്ന വീട്ടില് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞും വീട്ടിൽ വരാൻ ഒക്കില്ല. ക്യാൻസർ രോഗിയാണല്ലോ. അതുകൊണ്ട് കീമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ ഇവിടെ പറ്റാത്തത് കൊണ്ട് ഈ പശു വളർത്തുന്ന വീട്ടില് പശുവിന്റെ മൂത്രവും അതിന്റെ ചാണകത്തിന്റെ സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ ഈ രോഗിക്ക് അത് പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അവര് തന്നെ എന്റെ ഇളയ മകള് അവര് ആറ്റെങ്കിലാണെന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. അവർ ആ ശുശ്രൂഷ സ്ഥലത്തെ കൊണ്ടുപോവുകയും അവിടെ നല്ലതുപോലെ അവളെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി അന്വേഷിക്കുകയൊക്കെ ചെയ്തു. കീമോ ഒക്കെ കഴിഞ്ഞു വന്നപ്പം രൂപവും എല്ലാം മാറി. ശരീരത്തിന്റെ ഒക്കെ ആ വീർപ്പോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇനി ഒറ്റപ്പെടും, തീർന്നു പോകും, രക്ഷയില്ലാന്ന് വിചാരിച്ചു. കാരണം 4ാമത്തെ സ്റ്റേജായി ക്യാൻസർ, തീർന്നു പോകും, ഒറ്റപ്പെട്ട അനുഭവം എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു അഗ്നിയിൽ അഭിഷേകം, ആ സമയത്താണ് ഈ അഗ്നിയിൽ അഭിഷേകം എനിക്ക് പ്രാപിപ്പാനിടയായി തീരുന്നത്. അഗ്നി അഭിഷേകം എന്ന് പറഞ്ഞാൽ ഈ 8 മാസക്കാലം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ആരുമില്ല സഹായിപ്പാൻ, ഒരു ആഹാരം വെച്ച് തരാൻ ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല. 6 പശു കറക്കണ 6 പശു ഉണ്ട്. ഈ 6 പശുവിന്റെ പകുതി പാല് വീടുകളിൽ കൊണ്ടു കൊടുക്കണം, പകുതി പാല് സൊസൈറ്റി കൊണ്ടുപോകണം. ഇതിന് തീറ്റി കൊടുക്കണം, പിണ്ണാക്ക് വല്ല വാങ്ങിക്കാൻ പോകണം, ഇതെല്ലാം ചെയ്യണം. പിന്നെ ഇതിന്റെ തീറ്റി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ട് പിന്നെ മരം മുറിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് ഓടിപ്പോകും. കാര്യം പൈസക്ക് ചെലവുള്ളതുകൊണ്ട് അത്രയും അത്യാഗ്രഹപ്പെട്ടും ജോലി ചെയ്യും. അങ്ങനെ ഇരുന്ന് ഈ 8 മാസക്കാലവും എനിക്ക് ഉറക്കമൊന്നുമില്ല. ഞാൻ രാത്രികാലം മുഴുവൻ, പകൽ മുഴുവൻ അധ്വാനിച്ചിട്ട് രാത്രി മുഴുവൻ കർത്താവിന്റെ പാദത്തില് കട്ടിലിന്റെ ചുവട്ടിൽ ഒരു പായ ഇട്ടിട്ടുണ്ട്. 8 മാസക്കാലം പാ മടക്കാതെ കണ്ണുനീരിന് ഒരു കുറവില്ലാതെ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്നെ ഒറ്റപ്പെടുത്തരുത്, കാരണം എന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് ഒരു നല്ല ജീവിതം, സന്തോഷമായിട്ടൊരു ജീവിതം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയില്ല. അത് മാത്രമല്ല കർത്താവിന് വേണ്ടി, കർത്താവ് ഇത്ര ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് ഞങ്ങൾക്ക് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ ഇതുവരെയും കഴിഞ്ഞില്ല. ഇതുവരെയും ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ഓടുകയും അധ്വാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് കർത്താവ് ഒരിക്കലും ആയുസിന് കേട് വരുത്തരുത് എന്ന് പറഞ്ഞ് ദൈവത്തോട് നിരന്തരം കണ്ണീരൊഴിച്ചും പ്രാർത്ഥിച്ചും രാത്രി മുഴുക്ക, എനിക്ക് ഉറക്കമൊന്നുമില്ല, രാത്രി മുഴുക്ക കർത്താവിനെ വിടാതെ 91-ാം സങ്കീർത്തനത്തിൽ 14-ാം വാക്യത്തില് ഇങ്ങനെ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കും. കർത്താവിനോട് പറ്റിയിരിക്കുന്ന ഒരു അനുഭവത്തിൽ കഷ്ടത എത്ര ജീവിതത്തിൽ വരുമോ നമ്മൾ അത്രയും കർത്താവിനോട് പറ്റിയിരിക്കുകയും കർത്താവ് നമ്മളെ വിടുവിപ്പാനിടയായി തീരും. നമുക്കറിയാം യോവിന്റെ പുസ്തകത്തിൽ 42-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ യോവ് പറഞ്ഞു, ഞാൻ നിന്നെ കുറിച്ചൊരു കേട്ടുകേഴി മാത്രമേ കേട്ടിട്ടുള്ളൂ. യോവിന്റെ കഷ്ടത വർദ്ധിച്ച് കഷ്ടതയ്ക്ക് ഒരു അറുതിയില്ലാത്ത സമയത്ത് യോവ് പറഞ്ഞു, അന്ന് ഞാൻ കേട്ടുകേഴിവേ കേട്ടിട്ടുള്ളൂ, എന്നാൽ ഇപ്പോഴോ എന്റെ കണ്ണാലെ നിന്നെ കാണുവാൻ ഇടയായി തീർന്നു. പ്രിയരെ, എന്റെ കണ്ണാലെ എന്റെ കർത്താവിനെ കാണുവാനും കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നു. അതാണ് കർത്താവ്. അത്രമാത്രം സ്നേഹം നൽകുന്നതാണ് എന്റെ കർത്താവ്. അതുപോലെ തന്നെ ഞാനും അങ്ങനെ ആ ക്യാൻസർ രോഗം സൗഖ്യം വന്നു. ഞങ്ങളിപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നതോടെ സന്തോഷത്തോടെ ജീവിതം മുമ്പോട്ട് നയിച്ചു പോകുന്നു. എന്റെ മക്കളും നല്ല ക്ഷേമത്തോടെ സന്തോഷത്തോടെയൊക്കെ ജീവിക്കുന്നു. പണ്ടുള്ള കാലങ്ങളിൽ ഞങ്ങൾക്ക് ഈ ഓല കെട്ടി കിടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പണ്ട് ഈ ഓലയൊക്കെ ചുമന്നുകൊണ്ടിരുമ്പോൾ ഞാൻ ഇങ്ങനെ ഓല ചുമന്ന് കൊണ്ടുവന്ന് കാര്യം കിലോമീറ്ററാണ് ഓല ചുമന്ന് കൊണ്ടുവരുന്നത്. ഈ ഓലയൊക്കെ ചുമന്ന് കീറി കൊവുത്ത് ഉറങ്ങി മുടഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പാട് വരുമ്പോൾ ഞാൻ അന്ന് കർത്താവിനോട് പറയും, കർത്താവ് ഞാനേ ഇങ്ങനെ കഷ്ടപ്പെടും, എന്റെ തലമുറകൾക്ക് ഇങ്ങനെയുള്ള അവസ്ഥ വരരുതെന്ന് പറഞ്ഞു. കർത്താവ് മാന്യമായ, അവർക്ക് വലിയ ആഡംബരം വേണ്ട, മാന്യമായ അവരെ വീട് കർത്താവ് നൽകണം, ഓല കെട്ടാതെ. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ ചെയ്തു തരണം. കർത്താവിനോട് യാചിച്ചു. കർത്താവിന്റെ വചനം, യാചിപ്പിൻ എന്നാൽ നിങ്ങൾ കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടിപ്പിൻ എന്നാൽ തുറക്കും. ഈ കർത്താവ്
എന്റെ ഇളയ മകൾക്ക് 2 വീട്, മാന്യമായ 2 വീട്. അവൾക്ക് 2 മക്കളുണ്ട്. അവർക്ക് ഈ 2 മക്കൾക്കും കൊടുക്കാൻ ഓരോ വീട് കർത്താവ്. അപ്പൊ എന്റെ തലമുറയ്ക്കും വീടായി, തലമുറയ്ക്ക് വീടായി. ആ സന്തോഷം തന്നു. മൂത്ത മകൾക്ക് വീട്, അവൾക്ക് മാന്യമായി താമസിക്കേണ്ട നല്ല വാർത്ത ഒരു വീട്, ഒരുപാട് ഗമയൊന്നും ഇല്ലെങ്കിലും മാന്യമായി ഓല കെട്ടാതെ കിടന്നുറങ്ങാനുള്ള വീട് കർത്താവ് തന്നു. അപ്പൊ ഈ നമ്മള് കർത്താവിനോട് പറ്റിയിരുന്ന കർത്താവ് വിടുവിക്കുകയും ചെയ്യും. കർത്താവിനോട് യാചിച്ചാൽ നമ്മുടെ യാചനകൾ ദൈവം കേൾക്കും ദൈവമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ നമ്മളായി ജീവിക്കണം. കർത്താവിന്റെ നാമം ദുഷിക്കാത്ത രീതിയിൽ നമ്മൾ ജീവിച്ചാൽ, കർത്താവിന് വേണ്ടി നിന്നാൽ, ആരാധനയ്ക്ക് വേണ്ടി മുൻതൂക്കം കൊടുത്താൽ, കർത്താവിനെ നമ്മൾ ആരാധിക്കുവാൻ, കർത്താവിന്റെ ആഗ്രഹം എന്ന് പറയുമ്പോഴേ ഇസ്രായേൽ ജനത്തെ കർത്താവിന്റെ ഊഴിയവേല ചെയ്തിരുന്ന ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ട് വന്ന ഒരു ഉദ്ദേശം എന്ന് പറയുമ്പോൾ കർത്താവിനെ ആരാധിപ്പാനാണ്. കഷ്ടതയുടെ നടുവിലൂടെ ജനത്തെ കൊണ്ടുവന്നത് കർത്താവിനെ ആരാധിപ്പാനാണ്. അപ്പൊ നമ്മുടെ കഷ്ടതയിലൂടെ നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നുവെങ്കിലും പുറകുത്താതെ കഷ്ടത നമ്മൾ വർദ്ധിക്കുമ്പോൾ ഒരു പ്രത്യാശ ഉള്ളവനായി യോവനെ പോലെ ജീവിച്ചാൽ, യോവന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യോവന്റെ 10 മക്കളും നഷ്ടപ്പെട്ടെങ്കിലും 10 മക്കളും നഷ്ടപ്പെട്ട് പെട്ടിയില് സ്വതന്ത്രം വെച്ചു, അടക്കപ്പെട്ടു. എങ്കിലും യോവിന്റെ ഭക്തിക്ക് ഒരു കുറവും വരാതെ പിടിച്ചു നിന്നത് കൊണ്ട് യോവിന് പറയുവാൻ വകയുണ്ടായിരുന്നു. അവൻ ഇപ്പോഴോ എന്റെ കണ്ണാലെ നിന്നെ കാണുവാൻ എനിക്ക് സ്വതന്ത്രം ഭാഗ്യം തന്നു. അതുപോലെ തന്നെ ഒരു സമൃദ്ധിയുടെ അനുഗ്രഹം വീണ്ടും വർഷങ്ങളോളം അനുഭവിച്ച് തന്റെ ഭക്തൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടതുപോലെ പ്രത്യാശയോടെ യോവനെ പോലെ ജീവിച്ചാൽ നമുക്കും ആ പ്രത്യാശയിൽ ജീവിക്കാം. അതുപോലെ തന്നെ എന്റെ അവസ്ഥകൾ എന്ന് പറയുമ്പോൾ ഞാൻ 5ഓളം പ്രാവശ്യം മരത്തിൽ നിന്ന് വീണു, മരണത്തിന്റെ വാതിലോളം എത്തി. മരണത്തിന്റെ വാതിലോളം എത്തി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കക്കൂസ് ഒഴിക്കാത്ത വീഴുന്നു. ഇപ്പൊ നെട്ടയം പോളിടെക്നിക് കോളേജിന്റെ അകത്ത് ഒരു സെപ്റ്റി ടാങ്കിനകത്ത് കടിപ്പണി ചെയ്തിരുന്ന സമയത്തിന് എന്റെ കയ്യിൽ നിന്ന് ആയുധവും എല്ലാം കൂടി ഈ കക്കൂസ് ഒഴിക്കാത്ത വിടുന്നു. ഒരു ആറ്റിലൊക്കെ നീന്താറിഞ്ഞാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അപ്പോഴും എന്നെ മരിച്ചു പോകും. കാര്യം അത്രയ്ക്കുള്ള അവസ്ഥയിലാണ് ഒരു കാഴ്ച. ഞാൻ ആ കുഴിക്കാത്ത വിടുന്ന് താന്ന് എനിക്ക് നീന്താൻ അറിയാന്നുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്റെ പണിയായുധം കയ്യിലുണ്ടായിരുന്നു, 2 പുതിയ ചെരുപ്പ് കയ്യിലും. ഇതിനൊന്നും ഒരു കുഴപ്പം വന്നില്ല. എനിക്ക് ചെറിയൊരു പോറലൊക്കെ ഉണ്ടെങ്കിലും ഈ മലവും മൂത്രവും ഒക്കെ എന്റെ ഉള്ളിലൊക്കെ കടന്നുപോയി. കാരണം ആ സമയങ്ങളില് നീക്കുപോക്കില്ലാത്ത മരണത്തിന്റെ ദൂത് അറിയിപ്പാൻ ഇടയായിത്തീർന്നു. ഞാൻ ഈ മരണത്തിന്റെ ദൂതൊക്കെ അറിയിക്കുമ്പോഴും പിന്നെ ഹിസ്കിയാവ് രാജാവ് കരയുന്നത് പോലെ എല്ലാ സമയങ്ങളിലും കർത്താവിനോട് കരഞ്ഞു നടക്കും. എന്റെ മൂത്ത മകളുടെ ഒരു നന്മ കണ്ടിട്ട്, ഒരു അനുഗ്രഹം കണ്ടിട്ട് എന്റെ ജീവൻ എടുത്ത് എനിക്ക് കുഴപ്പമില്ല കർത്താവേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നടക്കും. അങ്ങനെ എല്ലാ സമയത്തും കർത്താവിനെ വിടാതെ കരഞ്ഞ് നടക്കും. അപ്പോൾ ഈ മരണകരമായ ആ മരണത്തിന്റെ ആപത്തൊന്ന് മാറിപ്പോയി കക്കൂസ് ഒഴിക്കാത്ത വിടുന്ന എനിക്ക് ഒരു ലജ്ഞകരമായ ഒരു അനുഭവം ജീവിതത്തിൽ വന്നു. കാര്യം ഈ ഇത്രയും ഒരു കക്കൂസ് ഒഴിക്കാത്ത വിടുന്നിട്ട് ഇത്തിരി പഴക്കം നിന്ന കക്കൂസ് ഒഴിയാണ്. അതിനകത്ത് നിന്ന് വിടുന്നിട്ട് ഞാൻ കയറി വന്നപ്പോൾ എന്റെ കൂട്ടു സഹോദരങ്ങളെല്ലാം എന്നെ ലജ്ജിപ്പിക്കത്തക്ക രീതിയിൽ അവരെല്ലാം ചിരിച്ച് അട്ടഹസിച്ചു. എന്നാൽ എന്റെ അപ്പോഴത്തെ ലജ്ഞയും എന്റെ അപ്പോഴത്തെ ദുഃഖവും വേദന എന്റെ ഒരു കഷ്ടകാലം നീങ്ങിപ്പോയി. അപ്പൊ എന്റെ കൂടെ ഒരു കൂട്ടു സഹോദരൻ ഉണ്ടായിരുന്നു. എന്റെ ആലയത്തില് ഇങ്ങനെ ഒരു പ്രവാചകന്റെ ദൂത് കേട്ടപ്പോൾ ഈ വ്യക്തി കേട്ടുകൊണ്ടിരുന്നു. അതേ സഹോദരനോട് ഞാൻ പറഞ്ഞു, സ്തോത്രം സഹോദര, എന്റെ മരണത്തിന്റെ നീക്കുപോക്ക് ദൈവം തന്നത് കണ്ടോ എന്ന് പറഞ്ഞ് സ്തോത്രം പറയുവാനുള്ള അവസരം എന്റെ ദൈവം അവിടെ തന്നു. അവനും ഇത്തുകൂടെ വിശ്വാസമായി. അത് കൂടെ വന്നവന്മാർക്ക് സ്തോത്രം, എന്നെ ആശുപത്രി കൊണ്ടുപോകണം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഉച്ചയ്ക്ക് ഊണിന് സമയമായി. ഊണുമാക്കി അതിന്റെ കോണ്ടാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്ന ആള് ഊണുമാക്കാൻ പോയി. അപ്പോഴ് അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു, എന്നെ കൂട്ടി ജോലിക്കാരുടെ ഞാൻ പറഞ്ഞു, എനിക്ക് ഊണ് വേണ്ട, എനിക്ക് ഒരു ഡെറ്റോളം 2 സോപ്പ് വാങ്ങിച്ചു തരാൻ പറഞ്ഞു, കുളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ 1000ന്റെ 1 ലിറ്റർ വെള്ളം തീർന്നേരം കുളിച്ചിട്ടും വൃത്തിയാവുന്നില്ല. കാരണം മലവും ഇതെല്ലാം എന്റെ വാക്യത്തൂടെ ഒക്കെ അകത്ത് പോയെങ്കിലും സ്തോത്രം എല്ലാം അകത്ത് പോയെങ്കിലും സഹിക്കുവാനും പൊറുക്കുവാനും ഉള്ള ഒരു മനസ്സ്, ഒരു ധൈര്യം എന്റെ ദൈവം തന്നു. സ്തോത്രം. ഇത് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് സ്തോത്രം, ഞാൻ എന്തെങ്കിലും ഒരു കഷ്ടതയുടെ അനുഭവത്തിൽ ചെല്ലുമ്പോൾ കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ഞാൻ ഓർക്കും. നമുക്ക് വേണ്ടി എന്റെ പ്രാണപ്രിയം ഇത്രയും കഷ്ടം സഹിച്ചെങ്കിൽ നമുക്ക് ഈ ചെറിയൊരു കഷ്ടം സാരമില്ല. നമുക്ക് വേണ്ടി എന്റെ കർത്താവ് ഇത്രയും ലജ്ഞ അനുഭവിച്ചെങ്കിൽ എനിക്ക് ഈ ലജ്ഞ ഒരു സാരമില്ല എന്ന് പറയും. സാരമില്ല എന്ന് ഞാൻ ചിന്തിക്കും. അങ്ങനെ അവന്റെ മനസ്സിന് ധൈര്യം വരും. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ആ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു. കുറെ കാലം കഴിഞ്ഞു നെടുമങ്ങാട് ആ ഭാഗത്ത് മരമുറിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് എന്നെ ഒരു വലിയൊരു അപകടമായി മഴത്തിൽ ചുറ്റി ഒരുപാട് ദൂരെ എടുത്ത് ഇങ്ങനെ എറിയുവാനിടയായിരുന്നു. അവിടെ നിന്ന്
ആൾക്കാരുടെ കൂടെ കൂടി മരിച്ചു പോയെന്ന് പറഞ്ഞു. ഏതോ ഒരു വയസ്സായ ഒരാള് വന്ന് എന്റെ കാല് ഉള്ളം കാലിൽ തട്ടി ഇളക്കി. അങ്ങനെ എനിക്ക് ഓർമ്മ വിടുന്നു, എടുത്തിരുത്തി. എങ്കിലും വീണ്ടും കുറെ സമയം കഴിഞ്ഞിട്ട് എന്റെ കൂടെയുള്ള ജോലിക്കാർക്കാരും മരത്തിന്റെ മണ്ടേ കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ശ്രമിക്കാന്ന് പറയും. ബോധമല്ല, അബോധാവസ്ഥയിൽ അടികൊണ്ട് കിറങ്ങി കോഴിയെ പോലെ ഇരിക്കുകയാണെങ്കിലും ഇവരുടേതായ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. ഏകദേശം അരമണിക്കൂറോളം അവിടെ ഇരുന്നിട്ട് വെള്ളമൊക്കെ പിടിച്ചിട്ട് ബാക്കിയുള്ള മരത്തിലും കയറി, 7 മരത്തിലും കയറി കയറിട്ടിട്ട് ഞാൻ കയറിട്ട് കൊടുത്തു. അവര് പണി ചെയ്ത് കാര്യം അവരെ പണി മെനക്കെടുത്താൻ പാടില്ല. ഒരു ആത്മാർത്ഥ ഹൃദയം എന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് അവരെ അല്ലെങ്കിൽ വീട് പട്ടിണിയായി പോകുമല്ലോ. ഞാന് ദാരിദ്ര്യത്തിലും പട്ടിണിയിലൂടെയും കൂടി വളർന്നു വന്നതുകൊണ്ട് വിശപ്പിന്റെ വില അറിയാന്നുള്ളത് കൊണ്ട് ആ കൂലിപ്പണിക്ക് എന്റെ കൂടെയുള്ള കൂലിപ്പണിക്കാർ വിഷമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് വയ്യെങ്കിലും ഞാൻ കയറിട്ട് കൊടുത്തു. ആ മരത്തിന്റെ പണി തീർന്നു. അവിടുന്ന് ഞാൻ വീട്ടിൽ വന്നു. ഒരു 10-15 ദിവസം വരെ 4-5 പശുവൊക്കെ കൊണ്ട് ഇവിടെ പശുവിന്റെ കാര്യം നോക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ കൂടി കടന്നുപോയി. എങ്കിലും ആശുപത്രിയിൽ അപ്പോഴൊന്നും പോയില്ല. ശരീരത്തിന് നല്ല വേദന ഉണ്ടെങ്കിലും ദൈവത്തെ ആശ്രയിച്ച് മുമ്പോട്ട് പോയി. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് ഒരു ഓപ്പറേഷൻ വിധേയനായി. എന്ന് പറഞ്ഞാൽ ഷോണിന്റെ അസുഖം വന്നു. ഇത് മൂത്രവും യൂറിനും മലവും പോവാത്ത അനുഭവത്തിൽ ഏകദേശം 28 ദിവസത്തോളം മെഡിക്കൽ കോളേജിൽ 18-ാം വാർഡിൽ എന്നെ അഡ്മിറ്റ് ആക്കി. വയറിന്റെ വേദന കൊണ്ട് കിടന്ന് പ്രാണം പോണ വേദനയിൽ കിടന്ന് വിളിക്കും. അപ്പോഴൊന്നും മൂത്ത മകളുടെ രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് ആ സമയങ്ങളൊക്കെ. അവിടെ കിടന്ന് നിലവിളിച്ച് എന്റെ വേദന കൊണ്ട് നിവർത്തിയില്ലാതെ വിളിച്ച്. അതുപോലെ എപ്പോഴും 4 ആണുങ്ങൾ എപ്പോഴും വാർഡിൽ വേണമെന്ന് പറയും. എല്ലായിടത്തും 1-2 ആളെ വാർഡിൽ അനുവദിക്കുള്ളൂ. എനിക്ക് 4 ആളിനെ, അതായത് എന്റെ അടുത്ത് 4 പേരെ നിൽക്കാൻ വേണ്ടിയുള്ള ഓർഡർ പെർമിഷൻ മെഡിക്കൽ കോളേജിൽ കൊടുത്തിട്ടുണ്ട്. കാര്യം ഏത് സമയവും തട്ടിപ്പോകാനുള്ള ഒരു കാര്യം അവർക്ക് ഗ്യാരണ്ടി ഇല്ല. മൂക്കിൽ കൂടി ട്യൂബ് ഇട്ടിട്ടുണ്ട്, അതുപോലെ യൂറിൻ ബാഗ് ഇട്ടിട്ടുണ്ട്, 2 കയ്യിലും ഇഞ്ചക്ഷനും ട്രിപ്പിനും ഒക്കെ 4 ട്യൂബ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ വെള്ളവും ഒന്നും കുടിക്കാൻ ഒക്കില്ല. എല്ലാം ഈ ട്രിപ്പും കാര്യങ്ങളെ ഉള്ളൂ. കൂടെ വന്ന് ഇഞ്ചക്ഷൻ എടുക്കും, വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ. അങ്ങനെ ഏകദേശം 28 ദിവസത്തോളം അവിടെ കിടന്നു 18-ാം വാർഡില്. കാര്യം അവരും വിചാരിച്ചു ശ്രോത്രം തീരും എന്ന് ഡോക്ടർമാരും വിധി എഴുതി അങ്ങനെ ഇട്ടിരുന്നു. എന്റെ അസുഖം കണ്ടുപിടിച്ചില്ല. ഇവിടെ ഇങ്ങനെ ഒരു ദിവസം എനിക്ക് വേണ്ടത്തക്ക ഒരാള് ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എന്നെ കാണാൻ വന്ന ആള്, ആശുപത്രിയായിട്ട് പരിചയമുള്ള ഡോക്ടർമാരുമായിട്ട് പരിചയമുള്ള ഒരു വ്യക്തി വന്ന് അവിടുന്ന് 18-ാം വാർഡിൽ നിന്ന് 6-ാം വാർഡിലോട്ട് മാറ്റി അവിടെ വീട്ടിൽ ചികിത്സ നടക്കുന്നെങ്കിലും വേദനയ്ക്കൊന്നും ഒരു കുറവില്ല. ഒരു ദിവസം ഞാനിങ്ങനെ അർദ്ധരാത്രിക്ക് ഞാൻ ദൈവത്തോട് ഇങ്ങനെ കരഞ്ഞു. കുറവൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം എന്റെ അസുഖമല്ല വിഷയം, എന്റെ മരണമല്ല എനിക്ക് വിഷയം. എന്റെ മൂത്ത മകളുടെ വിവാഹം, അവൾ നല്ലൊരു ഭാവി കണ്ടിട്ട് ഞാൻ മരിച്ച കുഴപ്പമില്ലെന്നുള്ളൊരു വേദന എപ്പോഴും ഹൃദയത്തിലുള്ളത് കൊണ്ട് ദൈവത്തോട് കരഞ്ഞിട്ട് ഇങ്ങനെ കിടന്നുറങ്ങി. ഏകദേശം ഒരു അർദ്ധരാത്രി സമയം എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും എന്റെ ഉദ്ദേശം ഒരു അർദ്ധരാത്രി യാമമായിരിക്കും. ഞാൻ കരഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് ചെറുതായിട്ടൊന്ന് കണ്ണ് മയങ്ങി. അങ്ങനെ വന്ന സമയത്തിന് ഞാനിങ്ങനെ എന്റെ കിടക്കയ്ക്ക് ചുറ്റും, എന്റെ കട്ടിലിന് ചുറ്റും ഞാൻ ഉറങ്ങിക്കിടന്നുകൊണ്ട് കാണുന്ന ഒരു സ്വപ്നം പോലെ കാണുകയാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പ്രകാശത്തോടു കൂടി കുറച്ച് വെള്ളവസ്ത്രധാരികൾ എന്റെ കട്ടിലിന് ചുറ്റും നിൽക്കുന്നതായിട്ട് ഞാനിങ്ങനെ കാണുവാനിടയായി തീർന്നു. പിറ്റേന്ന് നേരം വെളുത്തു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ എന്റെ ഭാര്യയെല്ലാം പറഞ്ഞു. അപ്പൊ കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തന്നത് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ പിറ്റേന്ന് രാവിലെ ആ ആശുപത്രി കൊണ്ട് എനിക്ക് സൗഖ്യം കിട്ടാത്തത് കൊണ്ട് വേറെ ആശുപത്രി ഒരു ഡോക്ടറെ വരുത്തി പരിശോധിച്ചപ്പോൾ ഇത് ഷോണിന്റെ അസുഖമാണ്. ഷോണ് പഴുത്തുപോയി, പഴുപ്പായി പോയി, ഇൻഫെക്ഷൻ ആയതുകൊണ്ട് സംശയമാണ്. എന്നാൽ നോക്കാം, അങ്ങോട്ട് മാറ്റാന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് മാറ്റി ഒരു ട്യൂബൊക്കെ ഇട്ട് എന്നെ തിരിച്ച് എന്റെ വീട്ടിൽ വിട്ടു. ചൊവ്വാഴ്ച ചെല്ലാൻ പറഞ്ഞു. ഒരാഴ്ച വീട്ടിൽ കിടന്ന് അപ്പൊ ഈ പഴുപ്പ് കുറച്ച് വെളിയിൽ പോയതിനു ശേഷം എന്തെങ്കിലും ചെയ്യാൻ ഒക്കുള്ളൂ എന്ന് പറഞ്ഞു. പിറ്റേ ചൊവ്വാഴ്ച വരെ അതുവരെ ഒരുവിധമെങ്കിലും പിടിച്ചു പറ്റി ജീവിച്ചു. അത് കഴിഞ്ഞപ്പോ ഈ ട്യൂബും കൂടി ഉള്ളിൽ ഇട്ടപ്പോഴേ പിന്നെ ഒട്ടും വയ്യാത്ത അനുഭവമായി. പനിയൊക്കെ പിടിച്ച് വളരെ വേദനയുടെ അനുഭവത്തിലായി. എന്നെ രണ്ടാമത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, ഇനി വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ അവർ ചെയ്താലേ പറ്റുള്ളൂ, ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആള് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ സഹോദരൻ അങ്ങനെ ഏകദേശം ചൊവ്വാഴ്ച അവിടെ അഡ്മിറ്റ് ആക്കി. ബുധനാഴ്ച ഞങ്ങൾ ഒരാഴ്ച വീട്ടിൽ വിശ്രമിച്ച് ചൊവ്വാഴ്ച അവിടെ ചെന്ന് അഡ്മിറ്റ് ആക്കി. ബുധനാഴ്ച ഓപ്പറേഷൻ ചെയ്തു ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വീട്ടിലൊന്നും ഈ സമയങ്ങളെല്ലാം ഇവിടെ ചുറ്റുപാടും
ഞങ്ങളുടെ ബന്ധുക്കളും എല്ലാം കാത്തിരിക്കുകയാണ്. അവിടെ പലരും കണ്ടു, കരിക്കോടി വെട്ടി അതായത് കണ്ടു, ബോഡി കൊണ്ടുവരുന്നത് കണ്ടു. ഇങ്ങനെ പല പല ദർശനങ്ങൾ കണ്ടവരുണ്ട്. ചിലർക്ക് ഞാനിവിടെ പശു വളർത്തും, പിന്നെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചിലരൊക്കെ വിചാരിച്ചു ഇതോടുകൂടിയെങ്കിലും ഞങ്ങൾക്ക് ദിവസം ജീവിക്കാമെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെയൊക്കെ സ്വതന്ത്രം പല പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുവാനിടയായിത്തീർന്നു. അവിടെയൊക്കെയും കർത്താവ് ലജ്ജിപ്പിക്കാത്ത വിധത്തിൽ ഏകദേശം 3 മാസത്തോളം കാലം വീണ്ടും ഞാൻ എന്റെ വീട്ടിൽ വന്നെങ്കിലും അകത്തുകൂടി ഒരു ട്യൂബ് ഇങ്ങനെ ഈ കിഡ്നിയിലും അതുപോലെ യൂറിൻ ബാഗിലും ഒരു ട്യൂബ് കടത്തിയിട്ടാണ് വീട്ടിൽ വിട്ടത്. 3 മാസം 45 ദിവസം കഴിഞ്ഞ് ഈ ട്യൂബ് പുറത്തെടുക്കണം. അതുവരെയും വീട്ടിൽ വിശ്രമിക്കണം. അപ്പൊ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കുമുള്ള ഓർമ്മയും കാര്യങ്ങളൊന്നും ഇല്ല. ഗവൺമെന്റ് മയക്കും ഒരു വലിയ ബുദ്ധിമുട്ട് പോലെ തന്നെ. അപ്പൊ ഞാൻ എങ്ങനെ വിചാരിച്ചു ഈ എങ്ങനെ ജീവിക്കുമെന്നുള്ള ഒരു പ്രയാസം ജീവിതത്തിലുണ്ട്. എങ്കിലും കാര്യം എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ദാരിദ്ര്യത്തിലൂടെ വന്നുകൊണ്ട് ആരെയും ആശ്രയിച്ച് ജീവിക്കുന്ന എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം, എത്ര കാലം ജീവിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിൽ പ്രയാസം ഉണ്ടായിരുന്നു. ഒരു ദിവസം അങ്ങനെ എന്റെ ഭാര്യയും മക്കളും കൂടെ പില്ലു പറിക്കാൻ പോയി കൊണ്ട് ഞാനും പോയി കുറച്ച് പോച്ചയൊക്കെ പറിച്ചപ്പോൾ എനിക്ക് മനസ്സിന് സമാധാനമായി. ഇനി കുറച്ച് പോച്ചയൊക്കെ പറിച്ചെങ്കിൽ നമുക്ക് ജീവിക്കാൻ കുഴപ്പമൊന്നുമില്ല, കർത്താവ് എനിക്ക് സൗഖ്യം തന്നു, ആ ഒരു വിശ്വാസം വന്നു. 45-ന്റെ അന്ന് വീണ്ടും ഈ ട്യൂബ് ഇളക്കാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുക്കാൻ വന്നപ്പോഴാണ് ഈ ട്യൂബ് കിടക്കുന്ന അനുഭവം ഞാൻ കാണുവാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ 45-ന്റെ അന്ന് ട്യൂബ് പുറത്തെടുക്കണം. ട്യൂബ് അതുവരെ അനുഭവിച്ച വേദനയെക്കാളും ഈ ട്യൂബ് പുറത്തെടുത്തപ്പോൾ അനുഭവിക്കാനിടയായി തീർന്നു. ഓരോ വേദനകള് നാം ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴും നമ്മുടെ വേദനയിൽ കാണുവാൻ നമ്മുടെ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ ആരും കാണുകയില്ല. ആ വേദനയിൽ നമുക്ക് ആശ്വാസമായി കർത്താവല്ലാതെ മറ്റാരും കാണുകയില്ല. എന്തൊക്കെ വേദന വരുമ്പോഴും കർത്താവിൽ മാത്രം ആശ്രയം വെച്ച് മുമ്പോട്ട് പോകാൻ ഇടയായിത്തീരുന്നു. ആ ട്യൂബൊക്കെ എടുത്തു. അവിടുന്ന് ജീവിതം കഴിഞ്ഞു. കുറെ ദിവസം കൂടിയൊക്കെ അങ്ങനെ റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. ഏകദേശം ഒരു 3-4 മാസം വരെ ആരും ജോലിക്കൊന്നും വിളിക്കില്ല, ജോലിക്കൊന്നും കൊണ്ടുപോകില്ല. കാര്യം ഭരണത്തിന്റെ അവസ്ഥയിൽ കണ്ടതുകൊണ്ട് യവനെ കൊണ്ട് ഇനി പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞവന്റെ അടുത്ത് തന്നെ ഏകദേശം ഒരു 6 മാസത്തിനുള്ളില് 140 ഇഞ്ച് വണ്ണമുള്ള ഒരു മരം ക്ഷേത്ര കാമ്പൗണ്ട് ക്ഷേത്രത്തിൽ പൊളിച്ച് പണി ചെയ്യുവാൻ ആഗ്രഹിച്ച് അവര് മരം മുറിപ്പ് ടെൻഡർ കൊടുത്ത് ഒരു ടെൻഡർ എടുത്ത വ്യക്തി വന്ന് എന്റെ പറഞ്ഞു, അണ്ണൻ അസുഖം കഴിഞ്ഞ് ഇവിടെ വന്നതല്ലേ, ഇനി ജോലി ചെയ്യണ്ട, ഇവിടെ വെറുതെ വന്ന് നിന്നാ മതി, ഞങ്ങൾക്ക് കൂടെ ഒന്ന് സമയത്തൊക്കെ നിന്ന് ചെറിയ ക്ലിപ്പൊക്കെ ചെയ്തു തന്നാൽ പറഞ്ഞ് എന്നെ അടുത്ത് കൊണ്ട് അവിടെ ചെന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് അണ്ണൻ കയറി എന്റെ കൊമ്പൊക്കെ ഇറക്കാൻ പറഞ്ഞു. അപ്പൊ ഞാന് ചിന്തിച്ചു, എന്നെ സഹായിപ്പം കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണോ കൊണ്ടുവന്നത്, കട്ടറൊക്കെ അടിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞ് ചിന്തിച്ച് അങ്ങോട്ട് മാറി നിന്ന് ദൈവത്തോട് കരയുവാനായി അങ്ങനെ ദൈവത്തോട് കരഞ്ഞ്, കർത്താവെ ഉപജീവന മാർഗത്തിന് വേണ്ടി എന്നെ ഇവിടെ കൊണ്ടുവന്നു, ഞാൻ എന്ത് ചെയ്യണം കർത്താവ് എന്ന് പറഞ്ഞ് കർത്താവിനോട് കരഞ്ഞു. കർത്താവിനോട് കരഞ്ഞപ്പോൾ എന്റെ മനസ്സിന് വല്ലാത്തൊരു ബലം തന്നു. മനസ്സിനൊരു വല്ലാത്തൊരു ബലം എനിക്ക് വ്യാപരിപ്പാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു ഞാൻ കയറി പണി ചെയ്യാൻ പറഞ്ഞു. 3 ദിവസം മണ്ടപ്പണി ചെയ്തപ്പോഴാണ് ആ മരത്തിന്റെ പണി തീർന്ന്. ഈ മരം മുറിച്ച് ഈ എന്നെ ജോലിക്ക് കൊണ്ടുപോകാൻ മടിച്ച വ്യക്തിയുടെ അടുത്ത് ഈ മരം കൊണ്ട് വെച്ചവർ ഇതിന് ആര് പണി ചെയ്തെന്നേട്ടോ പറഞ്ഞ് ഇത് ഇന്നാരാണ്. അവൻ ഒരു വല്ലാത്ത മനുഷ്യൻ തന്നെ എന്ന് അവൻ പറയുകയായി. അവൻ ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല കക്കൂസ് വഴിയിൽ വിട്ടപ്പോഴും എന്നെ കൊണ്ടുപോയത് ആ വ്യക്തിയാണ്. അതുപോലെ അവന്റെ വീട്ടിലിന്റെ മണ്ടയിൽ നിന്ന് ഒരു മരം മുറിച്ചപ്പോഴും ആ മരത്തിന്റെ മണ്ടയിൽ വീഴുന്ന അബോധാവസ്ഥയായി എന്നെ വെടിയിൽ കളയി കൊണ്ടുവന്ന് പിന്നെ സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു. അസ്ഥികൾക്കൊന്നും ഒരു കേടും വരാതെ വണ്ണം ദൈവം കരങ്ങൾ താങ്ങി. മുട്ടിൽ വീഴുന്ന ഏകദേശം 25-30 അടി പൊക്കത്തോളം വരും. ഇതിന്റെ മണ്ടയിൽ നിന്ന് വീഴുന്ന നിറയും പതയൊക്കെ വായിക്കൂടെ വന്ന് അബോധാവസ്ഥയായെങ്കിലും അന്ന് ഇവന് നിർബന്ധമായിട്ട് എന്നെ വെളിയിൽ കളയിക്കൊണ്ട് ചെക്കപ്പ് ചെയ്തേ പറ്റുള്ളൂ. ചെക്കപ്പ് ചെയ്യാൻ കൊണ്ട് പോയിട്ടാണ് പറഞ്ഞത്, ഇവ സേവിക്കുന്ന ദൈവം വല്ലാത്ത ദൈവം തന്നെ, ഇവൻ ഒരു കേടും ഒരു അസ്ഥിക്കൊരു കേടും വന്നില്ലെന്ന് പറഞ്ഞ് ഇവന്മാർ എന്റെ കൂടെ ഉണ്ട രണ്ടുപേരും പറയുവാൻ ഇടയായിത്തീർന്നു. അത്രമാത്രം ദൈവം എന്റെ കർത്താവ് എന്റെ കരങ്ങൾ താങ്ങുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ വീണ്ടും ഞാൻ ഈ കൊറോണ കാലഘട്ടങ്ങളിൽ എമർജൻസി ആയിട്ട് കുറെ പണികൾ വന്നു. പകല് മുഴുക്ക പണി ചെയ്തിട്ട് വീട്ടിൽ നിന്നും പറഞ്ഞു, അണ്ണാ ആംബുലൻസ് പോകാൻ നിവർത്തിയില്ല. എന്റെ കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു, ആംബുലൻസ് പോകാൻ നിവർത്തിയില്ല, കട്ടർ മെഷീൻ മാത്രം കൊണ്ട് ചെന്നാൽ മതി, കട്ടർ മെഷീൻ വെച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റി തന്നു. ഞാൻ കയറൊന്നും എടുക്കാതെ പോയി ചെന്ന് കട്ടർ മെഷീൻ വെച്ച് എന്റെ മരത്തിന്റെ കൊമ്പെല്ലാം കട്ട് ചെയ്ത് വന്നപ്പോൾ മറിഞ്ഞു കിടന്ന മരം കൊണ്ട് 3 റോഡിൽ കമന്ന് വീഴുന്നു. കട്ടർ ഞാൻ മറ്റു വീഴുന്നു. എന്റെ കയ്യിലെ എല്ല് ഒടിഞ്ഞു. കവിളിലെ 2, അതായത് നമ്മൾ ആഹാരം ചവയ്ക്കുമ്പോൾ 2 എല്ല് ജോയിന്റ് ചേർന്ന 2 സൈഡിൽ 2 എല്ലുണ്ട്.
അതിന്റെ ഒരു എല്ല് ഇടത് സൈഡിലെ എല്ല് പൊട്ടിപ്പോകാനിടയായി തീർന്നു. ജോയിന്റിന്റെ അവിടെ വെച്ച് പൊട്ടൽ വീഴുന്നു. ഈ പൊട്ടൽ വീഴുന്നു, അതുപോലെ കയ്യിൽ പൊട്ടൽ വീഴുന്നു, കൈ തിരിഞ്ഞു പോയി, വലത് കൈ. അപ്പോഴും കറക്കണ 6 പശുവുണ്ട്. ഇതിനെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകാൻ നിവർത്തിയില്ലാത്ത കണ്ടീഷനായി വേറെ കറവക്കരനെ കേൾപ്പിച്ചു. ഞാൻ അവിടെ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. എനിക്ക് ഏകദേശം എന്റെ ഈ മുഖത്തുള്ള മുറിവെല്ലാം കൂടെ കുത്തിക്കെട്ടി എടുക്കാനൊക്കെ ഒരു 2 മണിക്കൂറിൽ കൂടുതൽ സിസ്റ്റർമാരും ഡോക്ടറും ഭയങ്കര പരിശ്രമിച്ചാണ് മുഖത്തുള്ള മുറിവെല്ലാം കുത്തിക്കെട്ടി. കാര്യം ഈ മെഷീൻ കൊണ്ട് തുന്നിപ്പോയി കഴിഞ്ഞാൽ തയ്ച്ചെടുക്കാൻ വലിയ പാടാണ്. അങ്ങനെ മുഖത്തുള്ള മുറിവെല്ലാം തച്ച് ഈ ജോയിന്റ് പിടിച്ചു നിൽക്കാൻ കരുതി കമ്പിയൊക്കെ ഇട്ട് റെഡിയാക്കി പുറത്ത് കൊണ്ടുവന്ന് വാട്ടിലോട്ട് കൊണ്ടുവന്ന് മാറ്റി ഒരു അല്പം ബ്രെഡും കഷ്ണം എടുത്ത് മുക്കി ചേല വെള്ളത്തിൽ മുക്കി എന്റെ ഇളയ മരുമകൻ എന്റെ ചുണ്ടിൽ വെച്ച് അലിച്ചിറക്കാൻ പറ്റാത്ത അനുഭവമായി പോയി. ആ അനുഭവത്തിലൂടെ അത്രമാത്രം വേദന സഹിക്കാൻ വയ്യാത്ത അനുഭവത്തിൽ കടന്നു. കാര്യം അനക്കം വെക്കൂലെ, എല്ല് ജോയിന്റ് വിട്ടു നിൽക്കുന്നതുകൊണ്ട് അനക്കം വെക്കാത്ത കണ്ടീഷനായി പോയി. ആ സമയത്തും ഇങ്ങനെ ബലപ്പെട്ടു. ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം എന്നെ വീട്ടിൽ വിട്ടതിന് ശേഷം എല്ലാം ജ്യൂസായിട്ട് അടിച്ചു തരും. ജ്യൂസായിട്ട് അടിച്ചു തന്ന അങ്ങനെ വെള്ളം പോലെ എല്ലാം കുടിച്ചിറക്കി അങ്ങനെ ജീവൻ അങ്ങനെയൊക്കെ പിടിച്ചു നിന്നു. ഒരു 15 ദിവസം കഴിഞ്ഞു ആശുപത്രിയിൽ രണ്ടാം ചെക്കപ്പിന് കടന്നു പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കയ്യിൽ കമ്പി ഇടണമെന്ന് പറഞ്ഞു. കയ്യിൽ കമ്പി ഇട്ടാലേ എന്തെങ്കിലും ജോലി ചെയ്യാനോ വല്ല ആഹാരമെങ്കിലും മാറി കഴിക്കാക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇനിയിപ്പോ 50,000 രൂപയാകും കമ്പി ഇടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 50,000 രൂപ മുടക്കി കമ്പി ഇടാൻ എന്റെ കാശില്ല സാറേ, എനിക്ക് കയ്യിൽ കമ്പി ഇടണ്ട, അല്ലാതെ എന്റെ എല്ല് ബലക്കുന്നുണ്ടെങ്കിൽ ബലത്താ മതി, ഇനി എനിക്ക് കയ്യിൽ കമ്പി ഇടണം. അപ്പൊ എന്റെ കൂടെ വന്നവരെല്ലാം പറഞ്ഞ് നിർബന്ധിച്ച് കമ്പി ഇടണമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ട, എനിക്ക് കമ്പി ഇടണ്ട, ഞാൻ ഇത്രയും കാലം അധ്വാനിച്ച് ഇനി എന്റെ റേഷനെങ്കിലും കിട്ടുമ്പോൾ കഞ്ഞി വാരി കുടിക്കാൻ ഇടത് വാരി കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ധൈര്യപ്പെട്ടു. എനിക്കറിയാം എന്റെ കർത്താവ് എനിക്ക് സൗഖ്യം തരും. അങ്ങനെ അവിടുന്ന് കമ്പിയിടാൻ അനുവദിക്കാതെ ഞാൻ വീട്ടിൽ വന്നു. വിശ്വാസത്തോടെ ഏകദേശം 45 ദിവസത്തിനിടയ്ക്ക് 2 പ്രാവശ്യം വീണ്ടും ആശുപത്രി പോകേണ്ടതായിട്ട് വന്നു. 2 പ്രാവശ്യം ആശുപത്രിയിൽ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ എന്റെ കൈക്ക് ഒടിഞ്ഞ കൈ ആയതുകൊണ്ട് ശകലം കൈക്ക് വളവുണ്ട്. എങ്കിലും 50 കിലോ വെയിറ്റൊക്കെ ഇന്നും സുഖമായിട്ടെടുത്ത് വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് എന്റെ കർത്താവ് എനിക്ക് തന്നു. ഇന്നും മരം മുറിക്കാനൊക്കെ ഇപ്പോഴും പോകും. മരം മുറിക്കാനൊക്കെ പോയാലും മരത്തില് ചെറുപ്പക്കാര് കയറി കണ്ടിക്കാനൊക്കെ ഭയങ്കര ഇടക്കണ്ടിപ്പോ കണ്ടിക്കാനൊക്കെ പ്രയാസപ്പെടും. അവിടെയൊക്കെ ഞാൻ കയറി എല്ലാം ചെയ്യും. അതിനുള്ള കഴിവും വയസ്സ് 68 ദൈവം ഇന്നും എന്നെ ആരോഗ്യത്തോടെ ബലത്തോടെ നടത്തുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം തന്നെയാണ്. ഈ ദൈവത്തെ എന്നെ ഈ മാധ്യമത്തിലൂടെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഇതുപോലെ അനുഭവത്തിൽ കഷ്ടതയുടെ നടുവിലാണെങ്കിൽ ഈ കർത്താവിനെ വിശ്വസിച്ചാൽ തികച്ചും എന്റെ വിശ്വാസത്തിൽ ഞാൻ പറയുന്നു, എന്നെ രക്ഷിച്ച ദൈവം നിങ്ങളെയും രക്ഷിക്കും ദൈവമാണ്. അതുപോലെ തന്നെ എനിക്ക് ഇത്രയും വിടുതൽ എന്ന കർത്താവിനെ, എന്നെ ഇത്രയും കാത്ത കർത്താവിനെ, എനിക്ക് ഇത്രയും സന്തോഷം തന്ന കർത്താവിനെ എവിടെയൊക്കെ തന്നെ ഉയർത്തിയാലും മതി വരികയില്ല. ഇപ്പോഴ് ഉപജീവന മാർഗമല്ല എനിക്ക് വലുത്, എന്റെ കർത്താവാണ് വലുത്. ഈ വേറുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്നും പരസ്യത്തിന് പോയിട്ട് ഈ സമയത്ത് എനിക്ക് എത്തിപ്പെടുവാൻ പറ്റുമെന്ന് എനിക്ക് കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ അവിടെ തിടുക്കപ്പെട്ടു. വീണ്ടും 2 പ്രാവശ്യം 2 ഇടത്തുകൂടി പരസ്യവും നടത്തേണ്ട ഉണ്ടായിരുന്നു. എങ്കിലും അതല്ല വലുത്. ഞാനിങ്ങനെ വാക്ക് പറഞ്ഞു 8 മണിക്ക് ഇവിടെ എന്റെ സാക്ഷ്യം പറയാം. എനിക്ക് അതൊരു ഭയങ്കര ആഗ്രഹമാണ്. കാര്യം എന്ന് വെച്ചാൽ ലോകം മുഴുവനും പറഞ്ഞു ഇനി ഇവനെ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തവനായി തീർന്നു, പ്രയോജനമില്ല, ഇവൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ എന്നെ ജീവനോടെ ശേഷിപ്പിച്ച് ഇങ്ങനെ നിർത്തിയ ദൈവത്തെ എത്ര തന്നെ എന്നെ പോലെ കഷ്ടപ്പെടുന്ന ആളുടെ മുമ്പാകെ ഉയർത്തി പറയുവാൻ എവിടെയൊക്കെ ഭാഗ്യം കിട്ടുന്നോ അതിനായിട്ട് എന്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ ഇഷ്ടം മാത്രം ചെയ്ത് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നെ ഓർത്ത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ സാക്ഷി സ്തോത്രം. ജീവിതത്തിൻ്റെ ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കടന്നു പോകേണ്ടതായിട്ട് വന്നു. നമ്മുടെ ജനനവും ബാല്യവും നമ്മൾ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ എത്തി നിൽക്കുന്നിടത്ത് എത്തുവാൻ അന്നത്തെ സാഹചര്യത്തിൽ ഇന്നിവിടെ എത്തി നിൽക്കുവാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെ ജീവിതത്തിൻ്റെ 34-ാമത്തെ വയസ്സിൽ കണ്ടുമുട്ടിയത് മുഖാന്തരം ഇന്ന് ദൈവം ഇന്നും ആരോഗ്യത്തോടെ ബലത്തോടെ പ്രിയ സഹോദരനെ നിർത്തിയിരിക്കുന്നല്ലോ. ദൈവം പിന്നെയും സഹായിക്കട്ടെ. ഇടയ്ക്ക് വെച്ച സഹധർമ്മിണിക്ക് ശാരീരിക ബലഹീനതകളുണ്ടായി എങ്കിലും
നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചെടുത്തു നിന്ന് കർത്താവ് രക്ഷിച്ച് ഇന്നും കുടുംബമായി നിങ്ങളെ ആ പട്ടണത്തിൽ കർത്താവിൻ്റെ സാക്ഷിയായി തെരുവോരങ്ങളിൽ ആ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം അവിടുന്ന് ഉപയോഗിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം സമയം ഒന്നിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഇന്ന് പകൽ സന്ധി ഞങ്ങൾ കേട്ട അങ്ങയുടെ വാക്കുകൾക്കും വചനങ്ങൾക്കുമായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ടവനെ സഹായിക്കണമേ. അതേ കർത്താവിന് വേണ്ടി പിന്നെയും നിലകൊള്ളുവാൻ ദൈവം സഹായിച്ചാട്ടെ. ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം.